أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله الذي جعل لكم الليل لتسكنوا فيه والنهار مبصرا إن الله لذو فضل على الناس ولكن أكثر الناس لا يشكرون. ذلكم الله ربكم خالق كل شيء لا إله إلا هو فأنى تؤفكون. كذلك يؤفك الذين كانوا بآيات الله يجحدون. الله الذي جعل لكم الأرض قرارا والسماء بناء وصوركم فأحسن صوركم ورزقكم من الطيبات. ذلكم الله ربكم فتبارك الله رب العالمين. هو الحي لا إله إلا هو فادعوه مخلصين له الدين. الحمد لله رب العالمين. قل إني نهيت أن أعبد الذي تدعون من دون الله لما جاءني البينات من ربي وأمرت أن نسلم لرب العالمين. هو الذي خلقكم من تراب ثم من نطفة ثم من علقة ثم يخرجكم طفلا ثم لتبلغوا أشدكم ثم لتكونوا شيوخا ومنكم من يتوفى من قبل ولتبلغوا أجلا مسمى ولعلكم تعقلون. هو الذي يحيي ويميت فإذا قضى أمرا فإنما يقول له كن فيكون. الله الذي جعل لكم الليل لتسكنوا فيه. അല്ലാഹുവാണ്. എങ്ങനെയുള്ളവനാണ് അവൻ? അല്ലദീ ജഅല ലക്കുമുൽ ലൈല, രാത്രി അവൻ ആക്കി തന്നു. ലിതസ്കുനൂ ഫീ, അതിൽ നിങ്ങൾക്ക് സമാധാനമടയാൻ, നിങ്ങൾക്ക് വിശ്രമിക്കാൻ, നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടി രാത്രിയെ അവൻ നിങ്ങൾക്ക് ആക്കി തന്നു. വന്നഹാറ, പകലിനെ മുബ്സിറൻ, അത് നിങ്ങൾക്ക് കാഴ്ചയുള്ളത്, അതായത് പ്രകാശമുള്ളതാക്കി തന്നു. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ലദൂ ഫദ്ലിൻ അലന്നാസ്, ജനങ്ങളോട് അവൻ കാരുണ്യമുള്ളവനാണ്, അനുഗ്രഹം ചൊരിയുന്നവനാണ്. വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ, ജനങ്ങളിൽ അധികം ആളുകളും നന്ദി കാണിക്കുന്നവരല്ല. അല്ലാഹു അവനാണ് അല്ലദീ ജഅല ലക്കുമുൽ ലൈല, അവൻ രാത്രിയെ നിങ്ങൾക്ക് ആക്കിത്തന്നു. ലിതസ്കുനൂ ഫീഹി, അതിൽ നിങ്ങൾക്ക് സമാധാനമടയാൻ, നിങ്ങൾക്ക് വിശ്രമിക്കാൻ, നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്ന രാത്രി ഉണ്ടാക്കി തന്നവൻ ആരാണ്? അല്ലാഹുവാണ്. സത്യത്തിൽ രാത്രി അല്ലാഹു മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും എല്ലാ ജന്തുക്കൾക്കും എല്ലാം വിശ്രമിക്കാൻ വേണ്ടി തർത്തീബാക്കിയതാണ്. ഇതിപ്പം രാത്രി ഇങ്ങനെ സ്ഥിരമായി വരുന്നോണ്ട് നമുക്ക് രാത്രിന്റെ അത്ഭുതങ്ങളോ അതിന്റെ അവസ്ഥകളോ അറിയാതെ പോവാണ്. ഉറങ്ങാൻ വേണ്ടി ഒരു നിർണിതമായ സമയത്തെ തർത്തീബാക്കിയിരിക്കുകയാണ് ആര്? വിശ്രമിക്കാൻ വേണ്ടി, സമാധാനത്തിന് വേണ്ടിയിട്ട് അള്ളാഹു തർത്തീബാക്കിയതാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, രാത്രി ഇല്ലെങ്കിൽ എന്തേക്കും മനുഷ്യരുടെ അവസ്ഥ? അങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി പ്രത്യേക സമയമൊന്നുമില്ല. അവരവർക്ക് ആവശ്യം വരുന്ന സമയത്ത്
വിശ്രമിച്ചോളീൻ എന്നായിരുന്നുവെങ്കിൽ മനുഷ്യജീവിതം ആകെ പ്രയാസത്തിലാവും. കാരണം ഒരാൾ വിശ്രമിക്കുന്ന സമയത്തായിരിക്കും എന്തുണ്ടാവുക, വേറെ ആൾ ജോലി ചെയ്യുക. ഈ മനുഷ്യരെന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സാമൂഹികമായി ഇടപെട്ട് ജീവിക്കുന്നവരാണ്. പലപ്പോഴും പലരുടെ ആവശ്യം വരും. അപ്പം എന്താവുക പറഞ്ഞാൽ രാത്രി മനുഷ്യര് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ ആൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ പറയും രാത്രി 10 മണിയായി, എല്ലാവരും ഉറങ്ങിയില്ല, ഇപ്പൊ എന്തായാലും വിളിക്കണ്ട, ഇപ്പൊ 11 മണിയായി, ഇപ്പം വിളിക്കണ്ട, അപ്പൊ എന്തായിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഉറങ്ങാനുള്ളൊരു സമയം ഇല്ലായിരുന്നെങ്കിൽ എന്തൊക്കെ അവസ്ഥ? ഒരാൾ ഉച്ചക്ക് 11 മണിക്കാണ് ഉറങ്ങണത്, ഒരാൾ രാത്രി എന്ന സംവിധാനം ഇല്ലെങ്കിൽ മനുഷ്യരാകെ കുടുങ്ങിയിട്ടുണ്ടാവും. പക്ഷെ അല്ലാഹു തആല രാത്രിയെ സംവിധാനിച്ചു. ഇത് അള്ളാഹു വലിയ സംഭവമായിട്ടാണ് പറഞ്ഞത്. നമ്മളിത് അനുഭവിക്കണോണ്ട് നമുക്ക് ഇതിന്റെ വില മനസ്സിലാവില്ല. അനുഭവിക്കാതിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സന്ദർഭം ഇല്ലാതിരിക്കുമ്പോഴാണ് മനുഷ്യർ. ഇപ്പൊ രാത്രി ഏകദേശം ഒരു 10 മണിയൊക്കെ 11 മണിയൊക്കെ ആയ എല്ലാവരും പറയും എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് പറയും. പിന്നെ ജന്തുജാലങ്ങളെയൊക്കെ എന്ത് ചെയ്യാണ് അല്ലാഹു തആല രാത്രികളിൽ ഈ അപശബ്ദങ്ങളൊക്കെ കുറവയ്ക്കും, ആണോ അല്ലേ? ഇപ്പൊ പശു, ആട്, അല്ലെങ്കിൽ നമ്മൾ പോറ്റുന്ന മൃഗങ്ങള്, അതൊക്കെ എന്താവുണ്ട്, അതൊക്കെ ഇങ്ങനെതാ. അതൊന്നും അങ്ങനൊന്നും ഇല്ലെങ്കിൽ എന്തൊക്കെ അവസ്ഥ? ആട് കരയുണ്ടാവും, പശു കരയുണ്ടാവും, അതിന്റെ പ്രശ്നങ്ങളുണ്ടാവും, അതിന് വിശക്കുന്നുണ്ടാവും, അതിന്റെ പല സംഗതികളും ഉണ്ടാവും. അപ്പൊ രാത്രി അള്ളാഹു മനുഷ്യന് വിശ്രമിക്കാനുള്ളൊരു സംവിധാനമാക്കി തന്നതാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇത്ര വലിയ അനുഗ്രഹമാണ്. അതാണ് അള്ളാഹു തആല അങ്ങനെ പറഞ്ഞത്. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ ലൈൽ, രാത്രിയെ നിങ്ങൾക്ക് അവൻ ആക്കി തന്നു, ലിതസ്കുനൂ ഫീ, അത് നിങ്ങൾക്ക് സമാധാനമടയാൻ, നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാവാൻ, റാഹത്ത് ഉണ്ടാവാൻ. രാത്രി ഇപ്പൊ എത്ര ആളുണ്ട്? നമ്മുടെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു, അയാള് ഓസ്ട്രേലിയയിലാണുള്ളത്. അയാൾ വർക്ക് ചെയ്യുന്ന സമയം ഏകദേശം നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് ഇശാക്കെ കഴിഞ്ഞ് കുറച്ച് വർത്താനം സംസാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് 1 മണി 2 മണിയൊക്കെ, മക്കത്തെ 2 മണി 1 മണിയൊക്കെ ആകുമ്പോഴേക്കും ഓസ്ട്രേലിയയിൽ 3 മണി, രാവിലെ 7 മണി 8 മണിയൊക്കെ ആവും. അപ്പോഴേക്കും മൂപ്പർക്ക് കുറച്ച് ജോബും കൂടി ചെയ്യാണ്ട്. അപ്പൊ മൂപ്പര് ജോബ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ 4 മണിക്ക് 5 മണിക്കൊക്കെ, മക്കത്തെ 5 മണിക്കൊക്കെ അവിടെ എത്ര മണിന് 8 മണി 9 മണി ഓഫീസ് ടൈമായി. മനസ്സിലായി നിങ്ങൾക്ക്? അവിടെ വൈകുന്നേരമാകുമ്പത്തിനും രാത്രിയാകുന്നു. ഇങ്ങനെ ഓരോ രാജ്യങ്ങളിലും ഓരോ പ്രശ്നങ്ങളാണ്. അപ്പം നമുക്ക് മനസ്സിലാവും രാത്രി. ഇപ്പം അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ആളിവിടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവർക്കാവും. ഇന്ത്യയിൽ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഓരൊക്കെ എന്താ ചെയ്യല്? നമ്മളിവിടുത്തെ വൈകുന്നേരമൊക്കെ ആകുമ്പത്തിനും ഒരു കയറി ഇരിക്കാൻ തുടങ്ങി. എന്തിന്? 5 മണിക്കൊക്കെ ജോലി സ്റ്റാർട്ട് ചെയ്യും. അമേരിക്കയിലെ പകലായി. അപ്പൊ രാത്രി മൊത്തം ഉറങ്ങാതാകുകയാണ്. രാത്രി ഉറങ്ങാത്തതിന്റെ പേരിൽ പല രോഗങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ട്. എനിക്കറിഞ്ഞ ഒരാള് അമേരിക്കൻ കമ്പനി ജോലി ചെയ്യുന്ന ആള് ഇതേമാതിരി വൈകുന്നേരം 5 മണിക്ക് കയറും, പിന്നെ രാത്രി മൊത്തം വർക്ക് ചെയ്യലാണ്. അങ്ങനെ ഡോക്ടർ, അദ്ദേഹത്തിന് കുറെ അവസ്ഥകൾ വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഒന്നുകിൽ നിങ്ങൾ അമേരിക്കക്ക് പോവാ, അല്ലെങ്കിൽ ആ കമ്പനി ഒഴിവാക്കുക, ഇതല്ലെങ്കിൽ നിങ്ങളെ ആരോഗ്യം, നിങ്ങളെ അവസ്ഥയൊന്നും നിലനിൽക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് മനസ്സിലാവും രാത്രിയോ സംവിധാനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ഓരോരുത്തർ ഓരോ സമയത്ത് പണിയെടുക്കലും പരിപാടിയാണെങ്കിൽ ഇവിടെ ലോകത്ത് എന്ത് നടക്കൂല. അല്ലാഹുവിന് മൊത്തത്തിലൊരു തർത്തീബ് ഉണ്ടാക്കി തന്നു. രാത്രി ഇങ്ങനെ ഉണ്ടായാൽ എല്ലാവരും ഒരു നിശബ്ദതയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ. നിശബ്ദതയിലേക്ക് കൊണ്ടുപോയി ജീവജാലങ്ങൾ, കൊക്ക്, പരുന്ത്, കാക്ക, എല്ലാ ജീവികളും എന്താ ഇപ്പം ഒച്ചപ്പാടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി. ഈശാന്റെ സമയത്തൊക്കെ കാക്ക ശബ്ദം ഉണ്ടാക്കുമോ പോയി? അതൊന്നും ശബ്ദമൊന്നും ഉണ്ടാക്കില്ല. പക്ഷികളുടെ ശബ്ദങ്ങൾ ഉണ്ടാവില്ല, ഒന്നിനും ശബ്ദം ഉണ്ടാവില്ല. എല്ലാം നിശ്ചലമായി സമാധാനപൂർണമായി മനുഷ്യർക്ക് ഉറങ്ങാനുള്ള അവസ്ഥയിലേക്ക് ഓഫാക്കുകയാണുള്ളത്. തൂലിജുൽ ലൈല ഫിന്നഹാരി വതൂലിജുൻ നഹാറ ഫില്ലൈൽ, പകലിനെ രാത്രിയിൽ പ്രവേശിപ്പിക്കാൻ, രാത്രിയെ പകലിലേക്കും പ്രവേശിപ്പിക്കാൻ. വളരെ ഇതായിട്ട് എന്തോ ഒരു സാധനം ഇങ്ങനെ കരിമ്പടം കൊണ്ട് ഇങ്ങനെ മൂടുന്ന പോലെ രാത്രിയായ കാണാൻ നമുക്കെല്ലാം. വെറുതെ തെളിഞ്ഞുന്ന മരങ്ങളൊക്കെ പിന്നെന്താണ് ഇങ്ങനെ ഇരുട്ടുകൊണ്ട് ഇങ്ങനെ മൂടി നമുക്കൊരു സമാധാനപരമായി ഉറങ്ങല്ലേ. രാത്രിയുടെ 1 മണിക്കൂർ ഉറക്കുകൊണ്ട് പകലിന്റെ 4 മണിക്കൂറിന്റെ ഉറക്കം എന്താവൂല, സമൂല, ഒരിക്കലും സമൂല. ഈ രാത്രി മനുഷ്യരിങ്ങനെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ അല്ലാഹു തആല ഖുർആൻ ശരീഫിൽ
സൂറത്ത് നബയിൽ പറയുന്നുണ്ട്, വജഅൽന ലൈല ലിബാസൻ വജഅൽന നഹാറ മാശ. വജഅൽന നഹാറ മാശ, രാത്രിയെ നിങ്ങൾക്ക് ലിബാസാക്കി തന്നു, വസ്ത്രമാക്കി തന്നു. എന്നുവെച്ചാൽ രാത്രി അതിന്റെ മുകളിൽ വസ്ത്രമൊക്കെ ഇട്ടിട്ട് സ്വസ്ഥമായിട്ട് നിങ്ങൾ ഉറങ്ങി. വജഅൽന നഹാറ മാശ, മൈഷത്തിന് എന്താക്കി തന്നു പകരം. നമ്മളിതൊക്കെ ഉൾട്ടാക്കി. ഫുൾ ടൈം രാത്രിയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ രാത്രി ഫുള്ള് വർക്ക് ചെയ്ത് പകല് മൊത്തം ഉറങ്ങാം. അതുകൊണ്ട് രാത്രിയെ ഉറങ്ങാൻ പറ്റുന്ന ഒരവസ്ഥയിലാക്കി തന്നത് അത് അള്ളാഹുവിന്റെ എത്ര വലിയ നിഅമത്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിതസ്കുനൂ ഫീ. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിളിയാ. ഈ രാത്രി എങ്ങാനും ഞാൻ ഖിയാമത്ത് നാൾ വരെ അങ്ങോട്ട് നിലനിർത്തി കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പകലിനെ കൊണ്ടുവരാനുള്ളത് വെളിച്ചത്തെ കൊണ്ടുവരാൻ ആരാണുള്ളത്? ഇന്നിപ്പം ആയാലും നമ്മൾ പറയും നാളെ രാവിലെ 8 മണിക്ക് നമുക്ക് അവിടെ വരാം, നമുക്ക് ഇവിടെ മീറ്റ് ചെയ്യാം, അവിടുന്ന് കാണാന്നൊക്കെ പറയുന്നുണ്ട്. ആ 8 മണി പറഞ്ഞ ഒരു ഇരുട്ടുള്ളതല്ല നിങ്ങൾ ആലോചിക്കണേ ആണോ? പിന്നെന്താ, ഒരു പകല് വെളിച്ചായി എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അതൊക്കെ നമ്മളെ അവകാശമായിട്ടാണ് പറയാണ്. അല്ലാഹു തആല ചോദിക്കുകയാണ്, ഞാൻ രാത്രി അങ്ങോട്ട് നീട്ടാൻ തീരുമാനിച്ചാൽ മൻ ഇലാഹുൻ ഗൈറുല്ലാഹ്, അല്ലാതെ വേറെ ഏത് ഇലാഹാണ് യഅതീകും ബിളിയാ, നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവരാനുള്ളത് ആരാണ്? തൊട്ടടുത്ത് ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ. ഈ രാത്രി എങ്ങാനും ഈ പകലിനെങ്ങാനും ഖിയാമത്ത് നാൾ വരെ ഞാൻ അത് നിലനിർത്തുകയാണെങ്കിൽ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീ. അവിടെ പറഞ്ഞു ലിതസ്കുനൂ ഫീ, അവിടെയും പറഞ്ഞത് തന്നെയാണ്. മൻ ഇലാഹുൻ ഗൈറുല്ലാഹ്, അല്ലാതെ വേറെ ആരാണുള്ളത്? യഅതീകും ബിലൈലിൻ, രാത്രിയെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ. യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീ, ആ രാത്രി നിങ്ങൾക്ക് സമാധാനപരമായി വിശ്രമിക്കാൻ പറ്റുന്ന രാത്രി നിങ്ങൾക്ക് ആരാ കൊണ്ടുവരാനുള്ളത്? പകലങ്ങോട്ട് കണ്ടിന്യൂ ആയി. ഇപ്പൊ ഇന്നിപ്പോ 6:50 സംതിങ്ങിന് ബാങ്ക് കൊടുക്കുന്ന പറയുമ്പോൾ നമ്മൾ ഇരുട്ടായി. അടുവായില്ലെങ്കിൽ ഇപ്പൊ എന്താ കാട്ടുക? ഇപ്പൊക്കെ നല്ല സൂര്യന്റെ വെളിച്ചം ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് രാവും പകലൊക്കെ ഡെയിലി വരുന്ന സാധനമാണ്. ഇത് സ്വന്തമായിട്ട് വരില്ല, ഇത് സൂര്യൻ ഉണ്ടാക്കണതുമല്ല. പിന്നെ അല്ലാഹുല്ലദീ ജഅല ലക്കും, അവൻ നിങ്ങൾക്ക് വേണ്ടി ആക്കിത്തരാൻ. രാത്രി ഭയങ്കര സമാധാനപൂർണമാക്കി തരാൻ, സ്വസ്ഥമായി ഉറങ്ങാനുള്ള അവസ്ഥ ആക്കി തരാൻ. രാത്രിയിൽ ഉറക്കം കിട്ടാതായാലും മനസ്സിലാവും. രാത്രി ഒരാൾക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ അയാളുടെ ജീവിതം അത്ര പ്രയാസകരായിരിക്കും. നമ്മളേക്ക് ഇതൊക്കെ എളുപ്പമുള്ള കാര്യമാണ്. രാത്രി ഉറക്കം കിട്ടിയില്ല എന്തൊക്കെ അവസ്ഥ? 10 മണിക്ക് കയറുന്നു, 12 മണിക്ക് കയറുന്നു എന്ന് വിചാരിച്ചോളി. കുറച്ച് കഴിഞ്ഞ് 1 മണിക്കാൽ നീച്ചു പോകും, അപ്പോൾ 1 മണിയാണുള്ളത്. ഉറക്കം കിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊക്കെ മറിഞ്ഞ് കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി. പിന്നെ അയാൾ നോക്കുമ്പോണ്ടാവും ഒരു 1:30 ആയിട്ടുണ്ടാവും, ഇല്ലേ 2 എന്താ മണിക്കൂർ അങ്ങോട്ട് നീങ്ങൂല, അസ്വസ്ഥനാവുകയാണ്. അല്ലാഹു തആല സമാധാനപൂർവ്വമായി മനുഷ്യർക്ക് ഉറങ്ങാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കി തന്നു. വന്നഹാറ മുബ്സിറ, പകലിനെ എന്താക്കി തന്നു? നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പ്രകാശമുള്ളതാക്കി തന്നു. പകൽ അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ അവസ്ഥ എന്തായിരിക്കും? ഫുൾ ടൈം രാത്രിയാണെങ്കിൽ നമുക്കറിയാം കറണ്ടിന്റെ സംവിധാനങ്ങളൊക്കെ ഇത്ര എങ്ങനെ ഉണ്ടായിട്ടാണ് ഇപ്പൊ ഇത് എന്ത് ചെയ്യുന്നത്. പഴയ കാലത്തൊക്കെ കുറെ നേരമൊന്നും ആൾക്കാർ നിൽക്കൂല. വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇനി കുട്ടികൾക്ക് ഉറങ്ങണ്ടെന്ന് തോന്നിയാലും ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ വിളക്കെന്ത് ചെയ്യും? അണക്കൂലേ? വിളക്കണക്കലോട് കൂടി തന്നെ പിന്നെ ഓൻ അങ്ങനെ അറിയാതെ എന്ത് ചെയ്യണം? ഇന്നിപ്പോ എല്ലാവർക്കും അവരവരുടെ റൂം, അവരവരുടെ ബെഡിന്റെ അടുത്ത് തന്നെ ബെഡ് ലാമ്പ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ആൾക്കാരിങ്ങനെ എന്ത് ചെയ്യാണ്? നിൽക്കുകയാണ്. ഈ വെളിച്ചം ഇല്ലാതായാൽ പിന്നെ ലോകത്തൊന്നും നടക്കൂല. അതുകൊണ്ട് പകൽ എന്ത് ചെയ്യില്ല പറഞ്ഞാൽ ഒരു വെളിച്ചം വരുന്നുണ്ട്. പകലിന്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത വെളിച്ചാണ്. ഒരാൾക്ക് വേണ്ടാന്ന് തോന്നിയാലും അതെന്ത് ചെയ്യുന്നുണ്ട്? അയാളുള്ളവർക്കൊക്കെ വെളിച്ചം വരികയാണ്. അതുകൊണ്ട് പകലിന്റെ വെളിച്ചമുള്ളതാക്കി. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. ഇന്നും പകല് രാത്രികളിലൊക്കെ ബിസിനസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. ദുബായ് പോലുള്ള സിറ്റികളിലൊക്കെ രാത്രിയും പകലും എന്ത് ചെയ്യില്ല. ദുബായിലൊരു മാളിലൊക്കെ കയറിയാൽ നമ്മളിത് വിചാരിക്കും 8 മണി 9 മണിയൊക്കെ അയച്ചുള്ളൂ എന്ന് വിചാരിക്കും. സംഗതി 3 മണിയൊക്കെ
അതെന്താ സംഭവം പറഞ്ഞാല് അത്ര വെളിച്ചത്തിട്ട് എന്താക്കിയിട്ടുണ്ട്, ഇരുട്ടിന്റെ ഒരു ചെറിയ അംശം പോലും കാണാത്ത നിലയിൽ പകലുപോലെ ആക്കിയിട്ടാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞത് വന്നഹാറ മുബ്സിറ. നിങ്ങൾക്ക് പകലിനെ നമ്മൾ വെളിച്ചവും കാണാനൊക്കെ പറ്റുന്ന സംവിധാനത്തിലാക്കി തന്നത് നിങ്ങളെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. രാത്രി നിങ്ങൾക്ക് ഈ രാത്രിയുടെ ഉറക്കിന്റെ പ്രത്യേകത, രാത്രിയുടെ ഉറക്കിൽ മനുഷ്യന് ഭയങ്കര എനർജി ഉണ്ടായിട്ടുണ്ട്, ഭയങ്കര ആരോഗ്യം ഉണ്ടായിട്ടുണ്ട്. അതല്ലാണ്ട് സംവിധാനമാണ്. ഇപ്പൊ പകലൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ക്ഷീണിച്ച് അവശരായ ആൾക്കാരുണ്ടാവും. പകല് ക്ഷീണിച്ച് അവശരായ ആൾക്കാർ ഓരൊക്കെ വളരെ വൃത്തിയായിട്ട് രാത്രിയായിട്ട് ഉറങ്ങലോട് കൂടി രാവിലെ വീണ്ടും എന്താണ് സെൻട്രിങ്ങിന്റെ കൽപ്പണിക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ പണിക്ക്, പടവിന്റെ പണിക്ക്, കെട്ടിന്റെ പണിക്കൊക്കെ പോണ ഭയങ്കര എനർജി ഉപയോഗിക്കണം മനുഷ്യന്മാർ. ഓരൊക്കെ എന്നൊന്ന് ഉറങ്ങി നീക്കുമ്പോൾ എന്താണ് ഭയങ്കര ഫ്രഷായി ഭയങ്കര ആരോഗ്യവന്മാരായിട്ട് പോകുന്നുണ്ട്. രാത്രിയുടെ ഉറക്കൊരു ഭയങ്കര സംഭവമാണ്. ഇപ്പൊ ഈ മുസ്ദലിഫയിൽ ഹാജിമാര് സത്യത്തിൽ എന്താണ് പറഞ്ഞാൽ ഇങ്ങനെ ദുൽഹജ്ജ് 9 രാത്രി ഹാജിമാരെ കൊണ്ടുപോയി കൊണ്ടുപോകും. കൊണ്ടുപോലെപ്പോഴാണ് എന്നായാലും ഒരു മഗ്‌രിബ് മുതൽ ഇങ്ങനെ പോകാനുള്ള പരിപാടിയിലേക്കുണ്ടാകുക. വർഷപ്പെടാൻ വരാന്നറിയില്ല. അങ്ങനെ ഒരു അറഫയിലെത്തും. അറഫയിലെത്തി അറഫന്റെ അമലുകളൊക്കെ കഴിഞ്ഞ് ഒരു പിന്നെ വീണ്ടും മുസ്ദലിഫയിലേക്ക് വരാൻ. മുസ്ദലിഫന്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഫുള്ള് കല്ലും മണ്ണും ഒക്കെ ആയിട്ടുള്ള പ്രദേശങ്ങളാണ്. അപ്പൊ അവിടെ എങ്ങനെയാണ് ആൾക്കാർ ഉറങ്ങാന്ന് എല്ലാവരും അത്ഭുതപ്പെടും. പക്ഷെ ഉറങ്ങാത്ത ഒരാളും ഉണ്ടാവില്ല. കിടന്ന ഒരാളും എന്ത് ചെയ്യാതിരുന്നിട്ടുണ്ടാവില്ല, ഉറങ്ങാതെ നിന്നിട്ടുണ്ടാവില്ല. അവർ ഉറക്കം 1 മണിക്കൂറാണെങ്കിലും 1.5 മണിക്കൂറാണെങ്കിലും ഒക്കെ ഭയങ്കര സുഖമുള്ള ആട്ട് ഉറങ്ങിയിട്ടുണ്ടാവും. ഞങ്ങൾ ഈ പ്രാവശ്യം ഒരു പാലത്തിന്റെ അടിയിലാണ് എത്തിപ്പെട്ടത് മുസ്ദലിഫയിൽ. പാലത്തിന് മുകളിൽ വസിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ നടന്ന് താഴ്ത്തുന്ന ഒരു പാലത്തിനടി പിന്നെ വല്ല നടക്കാൻ നേരമില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ നിസ്കരിക്കാൻ മഗ്‌രിബ് ഇശായും അവിടെ മുസ്ദലിഫ നിസ്കരിക്കുമ്പോൾ സത്യത്തിൽ മുട്ട് വെക്കാൻ കഴിയില്ല. എന്നുവെച്ചാൽ ആ വിരിച്ച മുസല്ലന്റെ അടിയിൽ എന്താണ് കല്ലുകൊണ്ട് ഒരു ഐഡിയലാണ് എന്ത് ചെയ്തത്. ആദ്യം എന്താക്കി മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ കല്ലൊക്കെ നീക്കിയിട്ട് ഇങ്ങോട്ട് നീക്കി ഒന്നുകൂടി പിന്നെ വിരിച്ച്. അപ്പൊ കാലിന്റെ അടിയിൽ അത്തയ്യാത്തിരിക്കാനും പറ്റില്ല. അത്തയ്യാത്തൊക്കെ വിരലുമ്പോ കുത്തി നിന്നിട്ടാണ് നിസ്കരിച്ച്. നിസ്കാരമൊക്കെ കഴിഞ്ഞ ഒരാളിനോട് ചോദിച്ചു ഇവിടെ നമ്മളെങ്ങനെ ഉറങ്ങി വെച്ചു, കല്ലിങ്ങനെ കുത്തിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ വിരിച്ചോളി, വെറുതെ കടന്നാൽ മതി, ഉറങ്ങോളന്നില്ലാന്ന്. പക്ഷെ രാവിലെ എണീച്ചപ്പോ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളൊരാളുടെ മാത്രമല്ല, എല്ലാവരോട് ചോദിച്ചാൽ എല്ലാവർക്കും അത് പറയാനുണ്ടാവും. ഇവിടെ എങ്ങനെ ഉറങ്ങാന്ന് വിചാരിച്ചിരുന്നു, എല്ലാവരും ഉറങ്ങി. എന്ന് വെച്ചാൽ രാത്രിയിൽ അല്ലാഹു തആല ഉറക്കിൽ അത്ര ആഫിയത്ത്, ആ ആഫിയത്ത് കൊണ്ടാണ് രാവിലെ എണീച്ചിട്ട് ആജി എന്ത് ചെയ്യുന്നത്, ജംറയിൽ എറിയാനും പിന്നെ പിന്നെ സഈക്കും തവാഫിനും സഈക്കൊക്കെ പോണത്. ഈ ഒരു എനർജി ആ 1 മണിക്കൂർ 1.5 മണിക്കൂർ 2 മണിക്കൂറിന്റെ ഉറക്കിന്റെ എനർജി, ഉറക്ക് ഭയങ്കര സംഭവമാണ്. ഉറക്കിൽ അല്ലാഹു വലിയ ആഫിയത്ത് വെച്ചിരുന്നു. അത് രാത്രിയുടെ ഉറക്കിൽ നമ്മളുടെ അങ്ങനെ വെറുതെ രാത്രി ഒഴിവാക്കിയിട്ട് പകൽ ഉറങ്ങാനുള്ള സിസ്റ്റം ഇല്ലല്ല. തീർച്ചയായും വളരെ നിർവാഹമില്ലാത്തവർക്ക് മാത്രമുള്ളതാണ്. അല്ലാഹു തആല പറയണ വജഅൽന ലൈല ലിബാസ വജഅൽന നഹാറ മഅശ. മഈശത്തിന്റെ സ്ഥലം പകലാണ്, വിശ്രമത്തിന്റെ സ്ഥലം രാത്രിയാണ്. അത് ആരോഗ്യത്തിനും ബാക്കിയുള്ള എല്ലാത്തിനും രാത്രിയുടെ ഉറക്കിൽ അല്ലാഹു വലിയ ബർക്കത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവല്ല എന്താന്ന് പറഞ്ഞാൽ ഇത്ര നേരം ഉറങ്ങണമല്ലോ എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. ഡോക്ടർമാർ സാധാരണ പറയും 8 മണിക്കൂർ ഉറങ്ങണം എന്നൊക്കെ. നമുക്ക് ചിലപ്പോൾ താരീഖും ഹദീസൊക്കെ വായിച്ചു നോക്കിയ സഹാബാക്കളും നബിതങ്ങ സാധനങ്ങളും 8 മണിക്കൂർ ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നും. പക്ഷെ അതൊന്നും അല്ല അതിന്റെ സത്യമായ കാര്യം. സത്യമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഉറക്കില് അല്ലാഹു തആല ചിലപ്പം ഒരു ആഴമുള്ള ഉറക്ക് ഒരു 2 മണിക്കൂർ ഉറങ്ങിയാൽ മറ്റേ 8 മണിക്കൂറിനേക്കാളും ഭയങ്കര എനർജി ഉണ്ടാവും. കുറഞ്ഞ സമയം മതിയാവും. കുറഞ്ഞ സമയത്തിൽ അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യും. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇമാം നബവിനെ കേട്ടില്ല, നിങ്ങൾ കേട്ടിരുന്നോ? ഇമാം നബവിനെ കേട്ടില്ലെങ്കിൽ കേൾക്കണം. നിങ്ങള് കണ്ട ഈ ക്രിക്കറ്റ് കളിക്കാരെയും പിന്നെ ഈ രാഷ്ട്രീയക്കാരെയും പിന്നെ ടീമിന് മാത്രം കേട്ടാ പോരാ. ദീനിന് ഖിദ്മത്ത് ചെയ്ത കുറെ ഉലമാക്കളുണ്ട്.
ദീനിന് ഖിദ്മത്ത് ചെയ്ത് ഓരൊക്കെ വെച്ചൊക്കെ പഠിക്കണം. ഒരു അത്ര ത്യാഗം ചെയ്തിട്ടാണ് ഈ ദീനിനെ നിലനിർത്തിയത്. സഹീഹ് മുസ്ലിമിന് ശറഹ് എഴുതിയിട്ടുണ്ട്. എന്നുവെച്ചാൽ മുസ്ലിം മനസ്സിലാണെങ്കിൽ ഇമാം നബവിന്റെ ശറഹ് ഒരുപാട് കിതാബുകളൊക്കെ എഴുതിയിട്ടുണ്ട്. മഹല്ലി, അതേപോലെ തന്നെ കിതാബുകൾ റിയാദുസ് സാലിഹീൻ തുടങ്ങിയൊക്കെ ഹദീസിന്റെ കിതാബുകൾക്കൊക്കെ ഒരുപാട് ഖിദ്മത്ത്. വളരെ കുറഞ്ഞ കാലേ അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ, 50 വയസ്സിന്റെ അടുത്ത് വന്നിട്ട് ജീവിച്ചിട്ടുള്ളൂ. അദ്ദേഹം ഇത് കിതാബ് വായിച്ചു തീർക്കണമെങ്കിൽ നമുക്ക് 40 കൊല്ലം വേണം. അങ്ങനെ തുടങ്ങിയ കുറെ ആൾക്കാർ ആയിരക്കണക്കിന് കിതാബ് എഴുതിയിട്ടുണ്ട്. പല ആൾക്കാരും, പല ഇമാമുമാരും. ഈ ഇന്നത്തെ പ്രസ്സിലല്ല, കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കീബോർഡിൽ അടിച്ചിട്ടല്ല, കലമ് മുക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മുള കൂർപ്പിച്ചിട്ട് മഷി മുക്കിയിട്ട് എഴുതിണ്ടാക്കണം. ഇത്ര ത്യാഗം ചെയ്തവർ അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അടുത്ത കാലത്ത് ജീവിച്ച് മരിച്ചുപോയ മൗലാന അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മഹാനായ പണ്ഡിതനാണ്. 1000 ചില്ലാനും ഗ്രന്ഥം എഴുതിന് അദ്ദേഹം. വളരെ കുറെ ഗ്രന്ഥങ്ങളുണ്ട് അവർക്കൊക്കെ. ഇതൊക്കെ എഴുതി ഉണ്ടാക്കുകയാണ്. നമുക്ക് വായിച്ചെടുക്കാനും കൂടി കഴിയില്ല. അപ്പൊ അതിനെപ്പറ്റി പഠിച്ചു നോക്കുമ്പോൾ എന്താ മനസ്സിലാവണ പറഞ്ഞാൽ, നമ്മൾ രാത്രിയെ ഒരു ഇതിങ്ങനെ ഇപ്പൊ മഗ്രിബ് 6:50 തുടങ്ങി, രാവിലെ സുബഹി 4:40 സുബഹിയായി. ഇത്രയാണ് രാത്രി ഉള്ളത്. നമ്മളെ കാഴ്ചപ്പാടിൽ അത്ര രാത്രി ഉള്ളത്. അപ്പം നമുക്ക് മനസ്സിലാവുന്ന വലിയൊരു കാര്യം, ഒരു രാത്രി കുറെ നിന്ന് നിസ്കരിച്ചിരുന്നു, ഒരു രാത്രി കുറെ ഇബാദത്തുകൾ ചെയ്തിരുന്നു ഇതിന്റെ ഇടയിൽ. അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ നടന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, രാത്രിയുടെ നീളാണ് ഒരുപക്ഷെ നമ്മളിതിങ്ങനെ പറയുന്നത്. 6:50 മുതൽ 4:40 വരെ ഉള്ള നീളാണെങ്കിൽ എല്ലാ സാധനത്തിനും അറളുണ്ട്, തൂലുണ്ട്, നീളുണ്ട്, വീതി ഉണ്ടാവും. എല്ലാ സാധനത്തിനും അതുണ്ടാവും. ഉണ്ടാവില്ലേ? നീളുണ്ടാവും, പിന്നെ വീതി ഉണ്ടാവും. നീളം എത്ര ആണ്, വീതി എത്രയാണ്? രാത്രിയുടെ വീതി എത്രയാണ്? രാത്രിയുടെ വീതി നമുക്കറിയില്ല, നമുക്ക് തൂലാണ് അറിയുന്നത്. അതിന്റെ നീളാണ് നമ്മൾ പറയുന്നത്. ഇത്ര മുതൽ ഇത്ര വരെ തൂൽ, നീളം. അതിന് നോക്കുമ്പോൾ സാധാരണ ഇതുണ്ടാവും ഒരു 36 സെന്റിമീറ്ററാ ശീലക്കൊക്കെ ഉണ്ടാകുന്നത്. 36 ഉണ്ടാവും, 60 ഉണ്ടാവും. 60 എന്നൊക്കെ പറഞ്ഞപ്പോ 58 ഉണ്ടാവുള്ളൂ. അപ്പൊ ജുബ്ബൊക്കെ അടിക്കാൻ മറ്റേന് 2.5 മീറ്റർ 3 മീറ്റർ വേണമെങ്കിൽ 60 ആവുമ്പത്തിന് എന്ത് മതി? കുറച്ച് മതിയാവും. ടൈലർമാർക്കറിയാം, കുറച്ച് മതിയാവും. കുറക്കും ഇങ്ങോട്ടേക്ക് 2.10 അങ്ങനൊക്കെ മതിയാവും ചിലപ്പം. മറ്റേ 3 വേണ്ടിയത്. അപ്പൊ വീതി കൂടിയതുകൊണ്ട് എന്ത് കുറയുന്നുണ്ട്? നീളം കുറയുന്നുണ്ട്. നീളം കുറക്കാൻ പറ്റുന്നുണ്ട്, വീതി കൂടുന്നുണ്ട്. ഇതേപോലെയാണ് അള്ളാഹുമായി അടുത്ത മനുഷ്യരുടെ രാത്രിയുടെ വീതി എത്ര നമുക്കാർക്കും അറിയില്ല. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ വീതി കൂട്ടിക്കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു രാത്രിയിൽ നമ്മൾ ചെയ്യാൻ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ഒരത്ര ഓതി നിസ്കരിക്കുന്നു, ഇത്ര ഇതാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ സംഗതിയാണ്, നമുക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഉറക്കും. ഒരാൾ ഉറങ്ങാൻ സമയം നേരത്ത് ക്ലോക്ക് നോക്കാതെ ഉറങ്ങുകയാണെങ്കിൽ അയാൾക്ക് നല്ല ആഫിയത്തുള്ള ഉറക്കിട്ടും. ആകെ ചെയ്യേണ്ട പണി എന്താണ്? ഉറങ്ങാൻ നേരത്തെ എന്ത് ചെയ്യരുത്? അറിവായി ക്ലോക്ക് നോക്കരുത്, ക്ലോക്ക് മൊബൈൽ ഒന്നും നോക്കരുത്, സമയം അറിയരുത്. എന്നിട്ട് ഒരു 10 മണിക്കൊക്കെ ആണെന്ന് വിചാരിച്ചാൽ ഉറങ്ങിയാൽ 12 മണിക്കാണോ അവൻ ഉറങ്ങണമെങ്കിലും മാഷാഅല്ലാഹ് എന്തുണ്ടാവും? ഒരാൾ 1 മണിക്ക് ഉറങ്ങാണ്. അപ്പൊ അങ്ങനെ 1 മണി 2, 3, 4, 4:30 3.5 മണിക്കൂർ ഉറക്കേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണോ എന്ത് ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെ അവൻ സുബീക്ക് നീച്ചാലും കണ്ണൊന്നും ഫുള്ള് തുറക്കാതെ നീക്കുക. സുബീക്ക് പള്ളി വന്നാലും ഇങ്ങനെ ഉണ്ടാകുക. എന്തുകൊണ്ടാണ് പറഞ്ഞാലും ഓന്റെ മനസ്സിനുള്ളിൽ എനിക്ക് ആകെ എത്ര കിട്ടിയത്? 3.5 മണിക്കൂറെ കിട്ടിയുള്ളൂ. നേരെ മറിച്ച് 10 മണിക്കാണ് ഉറങ്ങിയതെന്നാണ് വിചാരിച്ചാല്, 11 മണിക്കാണ് ഉറങ്ങിയതെന്ന് വിചാരിച്ചാല് ഓൻ ആ ഉറക്ക് മതിയാവും. അതാണ് ഇതിന്റെ ഒരു മാനസികമായ അവസ്ഥ. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നേരം വൈകിയില്ലെങ്കിൽ എന്ത് നോക്കരുത്? ക്ലോക്ക് ടൈമിസ് ഒന്നും നോക്കാതെ ഒറ്റ മാഷാ അല്ലാഹ് ആ 3 മണിക്കൂർ മതിയാവും എനിക്ക് എന്ത് രാവിലത്തേക്ക് അവന് ഉഷാറായിട്ട് പോവാൻ. മനുഷ്യന്റെ മാനസിക വൈകല്യങ്ങളാണ് ഇതൊക്കെ പ്രശ്നം. മാനസികമായപ്പോ എല്ലാവരും ആജിമാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അങ്ങനെ ചൂടൊന്നുമില്ല. ഹജ്ജിന് പോയവരോട് ചോദിച്ചാൽ പോലെ പറയാം ചൂടൊന്നുമില്ല. ഇനി അറിയും ഹജ്ജിന് പോയവരോട് ചോദിച്ചാൽ അവർക്ക് അതിനകത്ത് വലിയ ചൂടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല.
പക്ഷെ ഇവിടെ നാട്ടിൽ നിന്നവർക്കൊക്കെ ഭയങ്കര ചൂടഞ്ഞി. എവിടെ? പാറിവായി മക്കത്ത് ഭയങ്കര ചൂടഞ്ഞി. എന്താ അതിന്റെ കാരണം അറിയാം? എന്താ കാരണം? അതിന്റെ കാരണം പറഞ്ഞാൽ നമ്മളെപ്പോഴും മീഡിയകള് പിന്നെ ഡിഗ്രി സെൽഷ്യസ് കാണിക്കണേ ഉണ്ടാവും. 51 ഡിഗ്രിയാണ്. ഒരാൾ വെയിലുള്ളുമ്പോൾ അയാൾക്ക് 51 ബോധ്യമില്ലെങ്കിൽ അയാൾക്ക് അത് എന്തേക്കും? പാറിവായി. അയാൾ മീനെ കൂടെ എങ്ങനെ നടക്കുകയാണ്. അയാൾക്ക് 51 അറിയില്ല, 48 അറിയില്ല, ഒന്നും അറിയില്ല. അയാൾ എങ്ങനെ നടക്കുകയാണ്. അയാൾക്ക് ഒരു ചൂടുണ്ടായിരുന്നു. നേരെ മറിച്ച് 51 പറഞ്ഞ് ടെന്റിന്റെ ഉള്ളിൽ നിന്നാലും എന്തെടുക്കും അറിയോ? എന്തെടുക്കും പറയും? പെരുംചൂടേക്കും. പെരുംചൂടേക്കും. ഷാജിമാർക്ക് ചൂട് അനുഭവപ്പെടില്ല പലപ്പോഴും. എന്താണ് അതിന്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു മാനസികാവസ്ഥയിലാണ് ഹാജിമാർ പോണത്. അവർക്ക് ഇനി ജംറയിൽ എറിയണം, തവാഫ് ചെയ്യണം, സയ്യ, അതാണ് ഓരോ അമലുകൾ പൂർത്തിയാക്കാനുള്ള മെയിൻഡിലാണ് ആരുള്ളത്? ഹാജിമാരുള്ളത്. അതുകൊണ്ട് ഓർക്ക് ഇതൊന്നും എന്താവൂല. ഞാനിങ്ങനെ മിനയിൽ നിന്നപ്പോ ഇങ്ങനെ ആലോചിച്ചു, വലിയ വലിയ മലകളാണ്. പ്രധാനത്തിന് മക്കത്തുനിന്ന് ഇങ്ങോട്ട് കയറിയാൽ ടണലിലൂടെ തന്നെ നമ്മൾ എവിടേക്കെത്തുന്നത്? മിനയിൽ മക്കത്തേക്ക് എത്തുന്ന ടണലിന്റെ ഉള്ളിൽ. ആ വലിയ മല തുറന്നിട്ടാണ് പോണത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മകനെ കൊണ്ടുവന്ന റൂട്ട് അതാണ്. ആ വലിയ മല കയറി ഇറങ്ങണം. ഒന്ന് ടണലില്ല, മലൊക്കെ കയറി ഇറങ്ങി എങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവുക? എങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവുക? പക്ഷെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ മലകളോ അതിർത്ത വെയിലോ ഒന്നും ഒരു പ്രയാസം ഉണ്ടാക്കിയിട്ടില്ല. പ്രയാസം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാനുള്ളതിന്റെ കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിന്റെ ഉള്ളിൽ അതിനേക്കാളും വലിയ ഒരു ലക്ഷ്യമുണ്ട്. എന്താണ്? ഈ മോനെ അറക്കണം. അപ്പൊ ഈ മോനെയും കൈപിടിച്ച് കൊണ്ടുപോകുമ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാം ചൂടോ മലയോ അല്ല എന്ത് മുന്നിലുള്ളത്, പിന്നെ എന്റെ ഈ മോനെ ഞാൻ അറക്കാൻ കൊണ്ടുപോവാണല്ലോ. പാപ്പനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടാവും, പാപ്പ എന്തൊക്കെയോ മറുപടി പറയുണ്ടാവും. പക്ഷെ കൊണ്ടുപോകുന്നത് ഒരു ലക്ഷ്യത്തിലേക്കാണ്. ഈ ലക്ഷ്യങ്ങളില്ലാതാവുമ്പോഴാണ് മനുഷ്യർക്കെല്ലാം എന്താവല്? പ്രയാസങ്ങളാവില്ല. മുട്ടിന് വേദന ഉണ്ട്, 2 സ്റ്റെപ്പ് കൂടി കയറാൻ കഴിയില്ല. ഒരു 10 സ്റ്റെപ്പ് കയറണം, കുറെ നേരം നിന്ന് പിടിച്ച് കയറുന്ന ഒരാളാണെന്ന് വിചാരിക്കും. പെട്ടെന്ന് ഒരു നോർമൽ ഹോസ്പിറ്റലിലേക്ക് വൈഫിനെയും കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടോ അല്ലാതെ അവിടെ കാണിക്കാൻ വേണ്ടി പോയിരുന്നു. പെട്ടെന്ന് അസുഖം കൂടി ആംബുലൻസ് കൊണ്ടുപോയി, വേറെ ആരുമില്ല, അദ്ദേഹത്തിനും കയറ്റി പോയി ഹോസ്പിറ്റലിലെത്തി, ഡോക്ടറെ കാണിച്ചു. പെട്ടെന്ന് മരുന്ന് വാങ്ങാൻ വേണ്ടി പറഞ്ഞു. സ്റ്റെപ്പ് ഇറങ്ങണം. അയാൾ ഹൈ സ്പീഡിൽ ഇറങ്ങും. കാരണം അയാളെ കാലൊക്കെ അയാൾ എന്തായിണ്ടാവും? പാറിവായി. അയാൾ മറന്നു വെച്ചിട്ടുണ്ടാവും. അയാൾക്ക് വേദന ഒന്നും അനുഭവമില്ല. കാരണം അയാൾ വേറെ സ്ഥലത്താണുള്ളത്. ഈ മെഡിസിൻ വാങ്ങി വേഗം കൊണ്ടുപോയി കൊടുക്കണം. അപ്പൊ അയാൾ കയറിയിട്ടുണ്ടാവും. 5-10 പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഇതിനൊക്കെ ഉള്ളത് മാനസികാവസ്ഥയാണ്. ഇതിന്റെ കാര്യങ്ങൾ നിസ്കാരത്തിൽ നിൽക്കാൻ നമുക്ക് പ്രയാസം തോന്നുന്നത് നമ്മൾ അശ്രദ്ധരായിട്ടാണ്. നിസ്കാരത്തിൽ ഭയങ്കര ഏകാഗ്രതയോടുകൂടി നിൽക്കുകയാണെങ്കിൽ നിസ്കാരത്തിൽ എന്തുണ്ടാവില്ല? നിർത്തരുത് എന്ന് തോന്നും. ഇമാമ് ഓതിക്കൊണ്ടിരിക്കുമ്പം നിർത്തരുത് എന്ന് തോന്നും. നമ്മൾ ഏകാഗ്രതയിൽ നിൽക്കുമ്പം ഭയങ്കര രസത്തില് ഇമാം ഇങ്ങനെ നിർത്തരുതേ എന്ന് നമുക്കിങ്ങനെ തോന്നുന്ന അവസ്ഥ ഉണ്ടാവും. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ നമ്മൾ ഏകാഗ്രതയോടുകൂടി നല്ല ഓർമ്മയിൽ ചിന്തയിൽ നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് നിർത്തരുത് എന്ന് തോന്നും. നിസ്കാരത്തിൽ അതിന് രസം ഉണ്ടാവും. നേരെ മറിച്ച് ഗഫ്ലത്തിലാണെങ്കിൽ നിസ്കാരം ഭയങ്കര ഭാരവും. അതുകൊണ്ട് രാത്രി പകലുകൾ ഇതൊക്കെ അള്ളാഹുവിന്റെ നിഅമത്തും അവന്റെ അനുഗ്രഹവുമാണ് എന്നാണ് പടച്ചോൻ പറഞ്ഞത്. ഇന്നല്ലാഹ ലസൂ ഫദ്ലിൻ അലന്നാസ്. ജനങ്ങളുടെ മേൽ ഇത് അള്ളാഹുവിന്റെ എന്താണ്? ഫദ്ലാണ്, അവന്റെ ഔദാര്യമാണ്. ഇതൊന്നും അവകാശമല്ല. രാത്രി വരിക പകല് വരിക എന്നൊന്നും അവകാശമല്ല. പിന്നെന്താണ്? ജനങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ ഔദാര്യമാണ്. വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ. മനുഷ്യരിൽ അധികം ആൾക്കാരും വലാകിന്ന അക്സറന്നാസ്, ജനങ്ങളിൽ അധികം ആൾക്കാരും നന്ദി കാണിക്കാത്തവരാണ്. നന്ദി കാണിക്കാത്തവർ പറഞ്ഞാൽ ഞാനും നിങ്ങളൊക്കെ തന്നെയാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നുശൂർ എന്ന് പറയാൻ മറന്നോണ ആൾക്കാരാണ് നമ്മൾ അധികം ആൾക്കാരും. എന്നെ മരണത്തിന് സമാനമായ ഉറക്കുന്ന എഴുന്നേൽപ്പിച്ച് എന്നെ രണ്ടാമത് ജീവിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതി എന്ന് പറയാൻ പലപ്പോഴും നമുക്ക് ഡെയിലി പറയാൻ കഴിയില്ല. മഗ്രിബിന് മുമ്പായി അല്ലെങ്കിൽ മഗ്രിബിന്റെ ബാങ്ക് കൊടുത്ത ഉടനെ അല്ലാഹുമ്മ ഹാദാ ഇഖ്ബാലു ലൈലിക
അല്ലാഹുമ്മ ഹാദാ ഇഖ്ബാലു ലൈലിക വ ഇദ്ബാറു നഹാരിക വ അസ്വാതു ദുആതിക. പടച്ചോനെ ഹാദാ ഇഖ്ബാലു ലൈലിക, രാത്രിത മുന്നിട്ട് വരികയാണ്. വ ഇദ്ബാറു നഹാരിക, പകലിത ബേക്കോട്ട് പോവാണ്. അതൊക്കെ എത്ര അരത്തിലൊരു മാനസികമായ സുഖത്ത് പറഞ്ഞാൽ എന്ത് രസമുണ്ടാവും അറിയോ? നമ്മൾ ഇങ്ങനെ ഇരുട്ടിങ്ങനെ വരല്ലേ, ഇരുട്ടിങ്ങനെ വരുമ്പോ മഗ്‌രിബിന് മുമ്പായി നമ്മൾ പള്ളിക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ ആ സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിച്ചു പോകും. അല്ലാഹുമ്മ ഹാദാ ഇഖ്ബാലു ലൈലിക, പടച്ചോനെ രാത്രിത മുന്നിട്ട് വരികയാണ്. വ ഇദ്ബാറു നഹാരിക, ഇന്ന് ഞാൻ രാവിലെ മുതൽ തുടങ്ങി എന്റെ പകലിത അങ്ങനെ പിന്നോട്ടേക്ക് പോവാണ്. ഒരു ദിവസം എന്റെ കഴിഞ്ഞു, രാവിലെ കഴിഞ്ഞു, എന്റെ പകല് കഴിഞ്ഞു, അടുത്ത രാത്രി ഏതാ ഞാൻ മുന്നിടുകയാണ്. നിങ്ങൾ പറഞ്ഞതാണ് ഇതിന്റെ ആ ഒരു മാനസികാവസ്ഥ. അപ്പൊ രാവും പകലൊക്കെ മാറുമ്പോൾ നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ അതിന്റെ വ്യതിയാനങ്ങൾ, ഇന്നത്തെ പകല് കഴിഞ്ഞു, രാത്രിയാണ് ഇങ്ങനെ തുടങ്ങണത്. അവരിങ്ങനെ തുടങ്ങാൻ അങ്ങനെ പോവാണ്. ഇന്ന് രാവിലെ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ രാത്രി തീരും, പിന്നെ പകല് വീണ്ടും തുടങ്ങാൻ. അസ്ബഹ്നാ വഅസ്ബഹൽ മുൽക്കു ലില്ലാഹ്, അല്ലാഹുമ്മ ബിക അസ്ബഹ്നാ വബിക അംസൈനാ വബിക നഹ്യാ വബിക നമൂതു വഇലൈഹിൻ നുശൂർ. പടച്ചോനെ രാവും നിന്നെ കൊണ്ടുതന്നെയാണ്, പകലും നിന്നെ കൊണ്ടുതന്നെയാണ്, ഇനി മടക്കും നിന്നിലേക്ക് തന്നെ. ഇതൊക്കെയാണ് മുഅ്മിൻ പറയുന്നത്. അവന് വെറുതെ ഇങ്ങനെ ഗഫ്ലത്തിലായി ജീവിക്കല്ല, ഡെയിലി അവൻ ഇത് പറയുന്നുണ്ട്, അവൻ ബോധത്തോടെ പറയാൻ. അപ്പൊ ജീവിതത്തിന് ഭയങ്കര രസമുണ്ടാവും, ഭയങ്കര സന്തോഷം ഉണ്ടാവും. ഇതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്ന നന്ദി. വലാകിന്ന അക്സറൻ നാസി ലാ യശ്കുറൂൻ, അധിക ജനങ്ങളും നന്ദി കാണിക്കില്ല. ദാലികുമുല്ലാഹു റബ്ബുക്കും, അല്ലാഹു പടച്ചോൻ നമ്മളോട് പറഞ്ഞതാണ് ഇതൊക്കെ കൊണ്ടെടുക്കണ ആ അല്ലാഹുവാണ് നിങ്ങളെ സംരക്ഷകൻ. ഈ ആകാശത്തിനെയും ഭൂമിനെയും ഇതിന്റെ രാവു പകലുകള് മാറിമറിയലുകളൊക്കെ കൊണ്ടെടുക്കുന്ന ആളാണ്. ദാലികുമുല്ലാഹു റബ്ബുക്കും, അതാണ് നിങ്ങളെ റബ്ബ്. ഖാലിഖു കുല്ലി ഷൈഇൻ, അവൻ എല്ലാത്തിന്റെയും സൃഷ്ടാവാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ വേറെ ഇല്ല. അവനല്ലാതെ ഒരാളിലേക്കും നിങ്ങൾ ആശ്രയിക്കാനോ നിങ്ങൾ ആരാധിക്കാനോ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാനോ പോകരുത്. ഇത് മൊത്തം കൺട്രോൾ ചെയ്യുന്ന ആളാരാണ്? രാവും പകലൊക്കെ കൊണ്ടുവരുന്ന ആരാണ്? അല്ലാഹു. ഫഅന്നാ തുഫകൂൻ, പിന്നെങ്ങനെയാണ് നിങ്ങൾ മാറിപ്പോകുന്നത്? എവിടുന്ന്? അള്ളാഹുവിനെ വിട്ട് മറ്റു സൃഷ്ടികളിലേക്ക് മാറിപ്പോകുന്നു. ആർക്കാണ് രാത്രി കൊണ്ടുവരാൻ കഴിയുക? ആർക്കാണ് പകൽ കൊണ്ടുവരാൻ കഴിയുക എന്ന് അള്ളാഹു ചോദിക്കാൻ. ഇങ്ങനെ തുടങ്ങിയ രാപ്പകലുകളുടെ സംവിധാനങ്ങൾ, ഇവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഇന്ന ആൾക്ക് കഴിയുമെന്ന് പറഞ്ഞ് നിങ്ങൾ എങ്ങനെയാണ് മാറിപ്പോകുന്നത്, തെറ്റിപ്പോകുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളൊരു ശക്തിയിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആരാധ്യ വസ്തുക്കളിലേക്കോ നിങ്ങൾ എങ്ങനെയാണ് തെറ്റിപ്പോകുന്നത്? അവിടെ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നതാണ്. മൊത്തം ചെയ്യുന്ന ആളാരാണ്? എന്നിട്ട് അവകാശങ്ങളൊക്കെ മറ്റുള്ളവർ വാങ്ങിയെടുക്കുക. രാവും പകലൊക്കെ കൊണ്ടെടുക്കുന്ന ആൾക്കാരാണ്, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഇന്ന ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ വിരോധാഭാസമാണത്. മനസ്സിലായില്ല? മനുഷ്യരത് പറഞ്ഞുകൊടുക്കാൻ, മനുഷ്യരെന്തൊക്കെയോ പറയാം. കദാലിക യുഫകു അല്ലദീന കാനൂ ബിആയാതില്ലാഹി യജ്ഹദൂൻ. കദാലിക, അപ്രകാരം തന്നെ യുഫകു, അവര് മാറ്റപ്പെടും. അല്ലദീന കാനൂ ബിആയാതില്ലാഹ്, അവരായിരുന്നു നമ്മുടെ ദൃഷ്ടാന്തങ്ങളോട് യജ്ഹദൂൻ, അതിനെ നിഷേധിക്കുന്നവരായിരുന്നു. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവർ അവർ വഴിമാറി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അവർ വഴിമാറിക്കൊണ്ടേയിരിക്കുന്നു. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറാ വസ്സമാഅ ബിനാഅ വസവ്വറകും ഫഅഹ്സന സുവറകും വറസഖകും മിനത് ത്വയ്യിബാത് ദാലികുമുല്ലാഹു റബ്ബുക്കും ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അല്ലാഹ്, വീണ്ടും അള്ളാഹിനെ പരിചയപ്പെടുത്തി തരാൻ. ഈ ഭാഗം നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. നല്ല അള്ളാഹുവിനെ ഓർത്ത് ഓതാനുള്ള ഭാഗങ്ങളാണിത്. അള്ളാഹിനെ പറഞ്ഞതാണ്. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ
അർള ഖറാറ, അവൻ നിങ്ങൾക്ക് ഭൂമിയിൽ താവളമാക്കി തന്നു. ഭൂമിയെ എന്താക്കി തന്നു? താവളമാക്കി തന്നു, താമസിക്കാൻ പറ്റുന്ന യോഗ്യമാക്കി തന്നു. എന്തിനെ? ഭൂമിയെ അല്ലാഹു മനുഷ്യർക്ക് താമസയോഗ്യമാക്കി തന്നു, ഖറാറാക്കി തന്നു. നമ്മളൊക്കെ ആലോചിക്കാൻ മതി, ഭൂമിയെ എങ്ങനെയാണ് അല്ലാഹു താമസയോഗ്യമാക്കി തന്നത്. ഭൂമിയിൽ വ്യത്യസ്തങ്ങളായ ഭൂമികളുണ്ട്, ചളികളുണ്ട്, താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, പാറക്കെട്ടുകളുണ്ട്, കരിമ്പാറക്കൂട്ടങ്ങൾ. മക്കയും അതിന്റെ പരിസരം, മിന ഒക്കെ വെറും പാറകൾ മാത്രമാണ്, വെറും പാറകൾ. അല്ലാഹു തആല മനുഷ്യന് താമസയോഗ്യമായി നല്ല മണ്ണും നല്ല വെള്ളവും കായ്കനികൾ ഉണ്ടാവുന്ന നല്ല തോട്ടങ്ങളും ഒക്കെ സംവിധാനിച്ചു. ആര്? അല്ലാഹു തആല. അല്ലാഹുവിന്റെ തർത്തീബുണ്ട്. ഇങ്ങനെ ഒരു മല ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ ഒരു മല ഉണ്ടാവും, അതിന്റെ നടുക്കൊക്കെ എന്തായിരിക്കും? വയലുകളായിരിക്കും. അതിന്റെ നടുക്ക് എന്തായിരിക്കും ഉണ്ടാവുക? വയലുകൾ ഉണ്ടാവും. ഇത് സത്യത്തിലൊരു മലയാണ്. ഈ ഭാഗം ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടും എന്താണ്? ഒരു മലയാണ്. അതിന്റെ ഇടയിലുള്ള സ്ഥലങ്ങളാണെന്ത്? ഈ പാടങ്ങൾ. ഈ പാടം വേസ്റ്റാക്കില്ല അല്ലാഹു തആല. നമ്മളൊക്കെ ഡ്രെയിനേജിന്റെ സ്ഥലങ്ങളൊക്കെ എന്തേക്കും വഴി വേസ്റ്റേക്ക് പോകും. ഇവിടെ അങ്ങനെ ചെറിയ ഡ്രെയിനേജിന്റെ ഇരുന്നുണ്ട്. അതിൽ നിങ്ങൾ തക്കാളികളല്ലോ, നിങ്ങളീ അതിനും കൂടെ ഡ്രെയിനേജ് കൊണ്ട് അതിൽ നിങ്ങൾ എന്താ പണിയെടുക്കല്? ഒരു പണിയെടുക്കില്ല, അതൊരു വേസ്റ്റായിട്ട് അങ്ങനെ എടുക്കുന്നു. പക്ഷെ അല്ലാഹു തആല അതൊന്നും, തോട് വെള്ളം പോകാൻ അല്ലാഹു ഉണ്ടാക്കിയ തോടും പുഴകളൊന്നും എന്തല്ല വേസ്റ്റല്ല. അതിലൊക്കെ മത്സ്യങ്ങളും അതിലൊക്കെ സംവിധാനങ്ങളും അതിലൊക്കെ വേറെ വേറെ സംഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വെള്ളം ചതർപ്പുള്ള വെള്ളം സൂക്ഷിച്ച് നിർത്താൻ പറ്റുന്ന സംവിധാനമുണ്ട്. വെള്ളം, മഴ, അതൊക്കെ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കാന്ന് പറഞ്ഞപ്പോ നമുക്കിപ്പോ മഴ പെയ്യുന്നുണ്ട്. കുറച്ചു മുമ്പ് വരെ എന്തില്ലായിരുന്നു? മഴയില്ലായിരുന്നു. ഒരു 5-6 മാസം കഴിഞ്ഞാൽ, 4-5 മാസം കഴിഞ്ഞാൽ മഴ അങ്ങനെ പതുക്കെ സ്റ്റോപ്പാവും. പിന്നെ വെള്ളത്തിനുള്ള സംവിധാനം ഉണ്ടാവണം. ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേനും, മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേനും എല്ലാ കിണറുകളിലും വെള്ളം വറ്റുണ്ട്. എന്നാലും വെള്ളമുണ്ട്, പല സ്ഥലത്തും വെള്ളങ്ങളുണ്ട്. എവിടെ ഈ വെള്ളം ഉള്ളത്? മഴ പെയ്യില്ല, വെള്ളങ്ങളെ സ്വരൂപിച്ച് നിർത്തുന്നുണ്ട്. എവിടെ? ഭൂമിയിൽ. ഈ വെട്ടുപാറകള് സത്യത്തിൽ വെള്ളത്തിന്റെ സോഴ്സ് ഇത് ചെയ്യാനുള്ള സ്ഥലമാണ് വെട്ടുപാറകൾ. അതിനിങ്ങനെ കുറെ ഹോൾസും അതിലൊക്കെ ഇങ്ങനെ വെള്ളങ്ങൾ ഇങ്ങനെ നിലനിർത്തി ഇങ്ങനെ ഉണ്ടാക്കും. കരിമ്പാറകൾ വേഗം വെള്ളം ചെയ്യും, വേഗം വെള്ളത്തെ ഒഴിവാക്കും. വെട്ടുപാറന്റെ താഴ്ഭാഗത്ത് നല്ല വെള്ളയിക്കുണ്ടാകാം. അതിന്റെ ഒരു മല ഉണ്ടെങ്കിൽ അതിന്റെ താഴ്ഭാഗത്ത് നല്ല വെള്ളയും. കാരണം ഈ വെള്ളം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ഇങ്ങനെ കൊടുക്കാൻ. നദികൾ ചാലിയാറ് ഇപ്പൊ നമ്മളെ തൊട്ടടുത്തൂടെ പോകുന്ന സ്ഥലമാണ്. ചാലിയാറിൽ വെള്ളം ഒരിക്കലും എന്ത് ചെയ്യില്ല, വെള്ളം വറ്റില്ല, അതിങ്ങനെ ഒഴുകുണ്ട്. നമ്മളവിടെ ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ അത് കാലാകാലം എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒഴുകിയ വെള്ളം തിരിച്ചിട്ട് അങ്ങോട്ട് പോകണമെന്നില്ല, ഉണ്ടോ? ഒഴുകിയ വെള്ളം തിരിച്ചു പോകില്ല. പക്ഷെ എന്നും ഒഴുകാൻ വെള്ളം വേണം. എവിടുന്ന് എന്നും ഈ ഒഴുകാൻ വെള്ളം വരുന്നത്? 5 ലിറ്ററും 10 ലിറ്ററും 2000 ലിറ്ററും 5000 ലിറ്ററും എന്നല്ലല്ലോ ഈ ഒഴുകുന്നത്. അപ്പൊക്കെ അതിനുള്ള സംവിധാനങ്ങളെ അല്ലാഹു ഭൂമിയിൽ തർത്തീബാക്കി വെച്ചിട്ടുണ്ട്. മലകളിൽ അതിലുള്ള വെള്ളം, നീരുറവകളെ സ്വരൂപിച്ച് അതിങ്ങനെ കുറച്ച് ഇങ്ങനെ വിട്ട് അങ്ങനെ നീർച്ചാലുകളായി അതിങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ. അതാണ് ഈ ഖറാർ എന്ന് പറഞ്ഞത്. മനുഷ്യര് താമസിക്കാൻ പറ്റുന്ന താവളം, മനുഷ്യര് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ ഭൂമിയെ അല്ലാഹു തആല ആക്കി. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറ വസ്സമാഅ ബിനാഅ, ആകാശത്തെ എന്താക്കി? ഒരു കെട്ടിടമാക്കി, ഒരു മേൽക്കൂര പോലെ ആക്കി, ഒരു കെട്ടിടം പോലെ ആക്കി. വസവ്വറക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ രൂപകൽപ്പന ചെയ്തു. തസ്വീർ, സവ്വറക്കും, നിങ്ങളെ രൂപകൽപ്പന ചെയ്തു. ഫഅഹ്സന സുവറക്കും, നിങ്ങളെ ഏറ്റവും നല്ല ഭംഗിയിൽ രൂപകൽപ്പന ചെയ്തു. വറസഖക്കും മിനത് തയ്യിബാത്ത്, പരിശുദ്ധമായതിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ തരികയും ചെയ്തു. ദാലികുമുല്ലാഹ്, അത് പറയാനാണ് ഇത്ര പറയുന്നത്. മറ്റോടത്തും പറഞ്ഞത് നിങ്ങൾക്ക് രാത്രി സമാധാനത്തിനാക്കി തന്നു, പകലിനതിലാക്കി തന്നു. എന്നിട്ടുള്ള പറഞ്ഞത് ദാലികുമുല്ലാഹ് റബ്ബുക്കും,
ഇത് പറയാനാണ് ഇതൊക്കെ പറയുന്നത്. നിങ്ങൾ ഈ അള്ളാനെ അറിയില്ല, നിങ്ങൾക്ക് നല്ല ഭക്ഷണത്തിന്റെ സംവിധാനം ഉണ്ടാക്കി തന്നു, ഭൂമിയെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയതാക്കി, ആകാശത്തിനെ മേൽക്കൂരയാക്കി, ഒസവറക്കും നല്ല രൂപം ഉണ്ടാക്കി. ബൈ നമ്മളെ രൂപം ഏറ്റവും നല്ല വൃത്തിയിലുണ്ടാക്കി തന്നു. ആര്? സുവറക്കും നിങ്ങളെ രൂപങ്ങളെ എന്താക്കി? ഏറ്റവും നന്നാക്കി. മനുഷ്യരെ ഏറ്റവും നല്ല വൃത്തിയിൽ ഏറ്റവും നല്ല രൂപത്തിലുണ്ടാക്കി. ഇതുവരെ ആർക്കും എന്ത് വരേണ്ടി വന്നിട്ടില്ല. ഈ ആർക്കിടെക്ട് ഉണ്ടാക്കിയില്ല, അത് കറക്റ്റ് ആയിട്ടില്ല. മൂക്ക് ശരിക്കും അങ്ങനല്ലെങ്കിൽ വേണ്ടിഞ്ഞെന്ന് ഒരാളും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതിലെന്തെങ്കിലും കുറവ് വരുത്തിയാലാണ് പറയല് ശരിക്കും ഇങ്ങനെ അല്ലെങ്കിൽ മൂക്കുണ്ടായില്ല, എല്ലാവരും മൂക്ക് ഇങ്ങനെ ഉണ്ടായാല് ഇങ്ങനെ അല്ലാത്തോണ്ടാണ് ഇപ്പൊ ഈ പ്രശ്നം. ആണോ? അല്ല വൈ ഒരു കാലൊക്കെ ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ വളച്ചു കൊടുത്താല് പറയും ഇങ്ങനെയല്ല വേണ്ടിഞ്ഞ്, ഇങ്ങനെയും വേണ്ടിഞ്ഞ്, അതുകൊണ്ടാണ് ഈ പ്രശ്നം എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത് എന്താ പറഞ്ഞാൽ നമുക്കിപ്പം തന്ന രൂപം ഏറ്റവും നല്ല രൂപത്തിലുണ്ടാക്കി, ഏറ്റവും നല്ല രൂപത്തിലാണ് അള്ളാഹു ഉണ്ടാക്കിയത്. നമ്മളെ കൈയിന്റെ ജോയിന്റ്സ്, കാലിന്റെ ജോയിന്റ്സുകൾ, ഈ മുട്ട്, ഇതിന്റെയൊക്കെ കൊളത്ത് പിടിക്കലൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെയൊക്കെ വിജാഗിരികൾ, ഇതിന്റെയൊക്കെ കിണപ്പ്, അതൊക്കെ എത്ര ഹരത്തിലുണ്ടാക്കിയാൽ ഞങ്ങൾക്ക് ഇതൊക്കെ ചെറിയ കേടെന്നാല് ഡോക്ടർമാർ അതിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി എന്തായാലും. അതുകൊണ്ടാണ് മുട്ടിന് ഓപ്പറേഷൻ ചെയ്താൽ പിന്നെ സുജൂദ് പറയുക, പിന്നെ സുജൂദ് ചെയ്യാൻ പറ്റില്ല, നടക്കാ വേദന ഒന്നും ഉണ്ടാവില്ല, സംഗതിയൊക്കെ ഉണ്ടാവും. അപ്പൊ എന്താ പറഞ്ഞാൽ ആ ഫുള്ള് ആംഗിൾ കിട്ടാൻ വിലയിൽ എന്തില്ല പറയുവായി. അള്ളാഹു താല ചെയ്ത ഇതും കാലം എങ്ങനെ മടക്കേണ്ട ആൾക്കാർ ഒന്നും പ്രശ്നമില്ല. കാരണം ഇതിന്റെ സെറ്റപ്പ് അങ്ങനെയാണ് വെച്ചത്. മുട്ടിന്റെ കൈയിന്റെ ഇതിങ്ങനെ കണ്ടില്ലേ, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഒരു വിചാരിക്കും ഇങ്ങനെ ഉണ്ടാവില്ല, അത് ഇങ്ങനെയാണ് ഇങ്ങനെ നോക്കാനേ പറയുവായി. ഇതിങ്ങനെ ഫുള്ള് കറക്കുണ്ട്. ആ ഫുള്ള് ഏറ്റവും വൃത്തിയായിട്ട് കൈയിന്റെ ജോയിന്റ്സ് ഓരോ ഇതിന് 3 ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തിനാന്നുള്ളത് മനസ്സിലായി. 2 മടങ്ങാതാവുമ്പോഴാണ് എന്താ ചിലതുണ്ട് ഇങ്ങനെ നേരക്കുണ്ട്, ഇങ്ങനെ ആവില്ല. അപ്പോഴാണ് ഓനെ ഓരോ സംഗതി വരുമ്പോൾ മനസ്സിലായത് പിടിച്ചാൻ കഴിയില്ല, ഇത് എഴുതാൻ കഴിയില്ല. ഈ സാധനമൊക്കെ അതിങ്ങനെ ആയില്ലെങ്കിൽ പിന്നെ ഈ കൈ കൊണ്ടുള്ള ഫുള്ള് ഉപകാരം അറിവായി. ഈ തള്ളവരലുണ്ടല്ലോ, ഈ തള്ളവരൽ ഇങ്ങനൊന്നും ആവില്ല. ഇത് ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഇതിനോട് ഈ പണിയൊന്നും മര്യാദയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. കൈയിന്റെ ഏകദേശം ഉപകാരമൊക്കെ പോകും. അപ്പൊ എല്ലാ സംഗതികളും ഭയങ്കര ശ്രദ്ധയോടുകൂടി ഏറ്റവും ഭംഗിയായിട്ട് നീ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കോലക്കേടില്ലാത്ത കോലത്തിൽ മൂക്ക് വെച്ചിട്ടുണ്ട്. മൂക്ക് ശ്വസിക്കാനുള്ളതാണ്. മൂക്കിന്റെ പുറക്കടിച്ചെത്തിയിട്ട് ആ ഹോള് മാത്രം ഇങ്ങനെ കാണുകയാണ്, എല്ലാവരും പാഞ്ഞു തന്നെടുക്കും. എടുക്കും ഒരു ഇതുണ്ടാവില്ലല്ലോ, ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ അതൊക്കെ നല്ല മൊഞ്ചില് നല്ല കൂർത്ത ഒരു ഐറ്റംസിൽ എന്നാ എല്ലാവർക്കും മൂക്ക് കൊടുക്കുന്ന, എല്ലാവരും മൂക്ക് ഒരേ മാതിരി അല്ലാണ്. എന്നാട്ടെങ്കിൽ ഭയങ്കര വ്യത്യാസം പറയാന് ഇല്ലാണു. ഒരു പ്രത്യേക സൈസ് ഇങ്ങനെ വളയാനും തിരിയാനൊക്കെ പറ്റിയ ഒരു ഇവിടെ നിന്നൊക്കെ എല്ലൊക്കെ വെച്ച് ഇവിടെ നിന്ന് എന്ത് ഒക്കെ ഏതാ ഡിസൈന് നമുക്കിത് ആലോചിക്കാൻ നേരം കിട്ടാഞ്ഞിട്ടാണ്. ചെവിക്ക് ശരിക്കും ഇങ്ങനെ ചെത്തിയാൽ ഇവിടെ ഒരു ഓള ഉണ്ടാകുക, എന്തേക്കുണ്ടാകുക, ഒരു രസം ഉണ്ടാവില്ല. ഉണ്ടാവോ? എന്നാ കേൾക്കൂല. ശരിക്കും കേൾക്കാനുള്ള ഒരു സംവിധാനമാണിത്. അതുകൊണ്ടാണ് ചില കേൾവി കുറവുള്ള ആളൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്. എന്നുവെച്ചാൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കേൾക്കും ഇതിങ്ങനെ കാക്കിയാൽ. അപ്പൊ ഇവിടെ ഇങ്ങനെ ചെവി വെച്ച് തന്നു. ഇത് കേൾക്കാൻ ഭയങ്കര സൗകര്യമാണ്. അതിൻ്റെയൊക്കെ മടക്ക് ഭയങ്കര വൃത്തിയുള്ള മടക്ക. ആ മടക്കൊക്കെ പാളിയാൽ കാണാനുണ്ടാവും. ഇങ്ങനെ ആടിന്റെ ചെവിയൊക്കെ മയിലുണ്ടാവും. ആളെ സൗന്ദര്യം തന്നെ പോയിണ്ടാവും. അപ്പൊ നല്ല മടക്കി റെഡിയാക്കി ഇത്തിരിയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി അവിടെ വെച്ചെന്നതാണ്. ഇതൊക്കെ ഏതെങ്കിലും ഒന്ന് കേടുന്നാൽ അതിന്റെ കുറവുകൾ പരിഹരിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഏറ്റവും വൃത്തിയാക്കിയിട്ടാണ് ആരെ രൂപകൽപ്പന ചെയ്തത്? അള്ളാഹു തആല മനുഷ്യരെ. അള്ളാഹു തആല മനുഷ്യരെ ഏറ്റവും രൂപകൽപ്പന നല്ല വൃത്തിയിൽ ചെയ്തു. അത് ഓരോ രാജ്യങ്ങൾക്ക് വ്യത്യസ്ത രീതികളും ആക്കിയിട്ടുണ്ട്. ഇന്ത്യൻ നേഷൻസിനെ കണ്ടാൽ എല്ലാവരും നമുക്ക് നമ്മളെ പൈസ എടുത്തുണ്ടായാലും പിടിക്കാൻ കിട്ടൂല. കാരണം ഒക്കെ ഒരേ മാതിരി ഉണ്ടാവും. ഇന്തോനേഷ്യൻസും മലേഷ്യൻസും ഒക്കെ ഇങ്ങനെ പോയാലും എങ്ങനെ ഉണ്ടാവും. വേറെ ആഫ്രിക്കൻസിനെ നമുക്ക് തിരിച്ചറിയില്ല. ഒരേ മാതിരി ഉണ്ടാവും. വലിയ സൈസുള്ള മനുഷ്യന്മാര്. നമ്മൾ ഇങ്ങനെ പിന്നെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കൂട്ടത്തിൽ നല്ല ഹൈറ്റുള്ള ഒരാളുണ്ട്. വേറൊരാളെ കണ്ടു ഞാൻ. അപ്പൊ അയാളെ കണ്ടപ്പോൾ ഇയാൾ കുട്ടിയുമായിട്ടുണ്ട്. അത്ര ഹൈറ്റിൽ ഞാൻ മുമ്പിങ്ങനെ തവാഫിന്റെ ഇടയിൽ തോണ്ടി കാണിച്ചു കൊടുത്തു. ഇങ്ങനെ
എത്ര ഹൈറ്റ്, ഭയങ്കര ഹൈറ്റുള്ള ആളാണ്. അപ്പൊ ഇയാൾ ഇന്റെ ഒക്കെ ഇന്നെക്കാളും ചെറുതായിട്ട് ഇയാൾ ഫീൽ ചെയ്യാണ്. ഇയാൾ ഇന്നെക്കാളും വലുതാണ്, എനിക്ക് ഇങ്ങനെ നോക്കേണ്ട ആളാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ വലിയ വലിയ മനുഷ്യന്മാരുണ്ട്, ഓർക്ക് ഓരോ രീതിയിലുണ്ടാക്കി ഓരോ രാജ്യത്ത് ആ രാജ്യത്തിന് പറ്റിയ രീതിയിലുള്ള ഇണകളുണ്ടാക്കി മനുഷ്യരൊരു പ്രത്യേക അവസ്ഥയിലാണ് എന്ത് ചെയ്യുന്നത്. കേരളക്കാരെ കണ്ടാൽ അറിയാം, സൗത്ത് ഇങ്ങോട്ടുള്ള ഐറ്റങ്ങളോ എല്ലാവരും കണ്ടാൽ ഏകദേശം അറിയാം. അതുകൊണ്ട് അല്ലാഹു തആല നമ്മളെ നല്ല രൂപത്തിലുണ്ടാക്കി. നമ്മളെക്കാൾ നല്ല രൂപം വേറെ ആർക്കും അല്ലാഹു കൊടുത്തിട്ടില്ല. ദാലികുമുല്ലാഹു റബ്ബുക്കും, അതാണ് നിങ്ങളെ റബ്ബ്. വസവ്വറക്കും ഫഅഹ്സന സുവറക്കും, നിങ്ങളെ കോലം എന്താക്കിയിട്ടുണ്ട്. നമ്മള് വെളുത്തത് കറുത്തതൊക്കെ നോക്കിയിട്ടാണ് നമ്മള് ആള് നല്ലതാണ്, ഭയങ്കര സൗന്ദര്യതാണ്. വെളുപ്പും കറുപ്പൊന്നും അല്ലല്ലോ വയ്യത്തിൽ. വെളുപ്പും കറുപ്പും അല്ല എന്ത് അസിൽ. അസിൽ ആ മനുഷ്യൻ അല്ലാഹു രൂപകൽപ്പന ചെയ്തതാണ്. കുറച്ച് കറുത്തുപോയി, പക്ഷെ അയാളുടെ അവയവങ്ങളൊക്കെ വൃത്തിയിൽ റാഹത്തിലാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടല്ലോ. ചിലപ്പോ ഇവിടെ കീറിയൊക്കെ എന്ത് ചെയ്യലുണ്ട്, ഇങ്ങനെ കീറിയൊക്കെ പോകലുണ്ട്, ഇങ്ങനെ ഒരു വേറൊരു അവസ്ഥ ഉണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ കറുത്താലും കുഴപ്പമുണ്ടാവില്ല. കണ്ണ് ഇങ്ങനായി കണ്ണ് കറുത്താലും കുഴപ്പമില്ലല്ലോ. അപ്പൊ കറുപ്പൊന്നല്ല വിഷയം. അല്ലാഹു തആല ഏറ്റവും വൃത്തിയായി നിലയിൽ മനുഷ്യനെ ഭയങ്കര ചിട്ടയിൽ ഭംഗിയിൽ ഉണ്ടാക്കി. മനുഷ്യൻ നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഒക്കെ വളരെ വൃത്തിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്. പഠിച്ച വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ കൃത്യമായിട്ടാണ് ചെയ്യുന്നത്. ദുനിയാവിലെ എല്ലാ സംഗതിയും ഇപ്പൊ വെളിച്ചെണ്ണ ഇങ്ങനെ മൂടിയിട്ടിട്ട് ഇങ്ങനെ പിടിച്ചാൽ കുറെ കഴിഞ്ഞാൽ എന്താവുകയും അതിന് ലീക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എല്ലാ സാധനത്തിനും. പക്ഷെ മനുഷ്യന്റെ വേസ്റ്റിന്റെ സംവിധാനം, അതിന്റെ അലാസ്റ്റിക് അത്ര സുശക്തമായി ഉണ്ടാക്കിയിട്ടാണ്. അല്ലെങ്കിൽ മനുഷ്യന്റെ വേസ്റ്റ് പുറത്തേക്ക് വരികയാണെങ്കിൽ എന്തൊക്കെ അവസ്ഥ, ഭയങ്കര കളക്ടറാണ്. പക്ഷെ വേസ്റ്റ് പുറത്തേക്ക് വന്നാൽ നിങ്ങൾ പറയും എന്ത് കളക്ടർ. പിന്നെ ഒറ്റ കാലേക്ക് മനുഷ്യൻ തന്നെ ഭയങ്കര എന്തോ സംഭവം എന്നൊക്കെ വിചാരിക്കാറ്. അതാണ് ചെറുതായിട്ട് ലീക്ക് വരൽ തുടങ്ങിയാൽ മനുഷ്യന് ഒന്നിനും പറ്റൂല. മനുഷ്യനെ കുത്തനല്ലല്ലോ. അപ്പൊ വേസ്റ്റ് മാനേജ്മെന്റ് ഇതൊക്കെ സുബ്ഹാനല്ലാഹ്, അല്ലാഹു ഏറ്റവും ഉന്നതനാണ്. നമുക്ക് അഹങ്കരിക്കാൻ ഒരു വഴിയില്ല. ഒരു അഹങ്കാരിനെ അല്ലാഹു അങ്ങനെ ആട് വേസ്റ്റ് ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രീതിയിലായാൽ പിന്നെ അവന്റെ ജീവിതം, അവൻ ആരോടാണ് ഒമ്പത്തരം കാട്ടാണ്ടാകുക, അവൻ ആരെയാണ് വെല്ലുവിളിക്കണ്ടാകുക. ഇതെത്ര വൃത്തിയിൽ കൊണ്ടുവന്ന് വരുന്ന പടച്ചവന് നിങ്ങൾക്ക് നന്ദി ഇതുകൂടെ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. വസവ്വറക്കും ഫഅഹ്സന സുവറക്കും, നിങ്ങൾ ഏറ്റവും നല്ല ഭംഗിയിലുണ്ടാക്കി. ഏറ്റവും കണ്ണാടി നോക്കിയാൽ എന്താ ചൊല്ലേണ്ടത് പറയുവേ. കണ്ണാടി വെക്കുമ്പോ എന്താ ചൊല്ലേണ്ടത്? കണ്ണാടി ഇല്ലേ? കണ്ണാടി എന്നാ മനസ്സിലായില്ലേ? മുഖമൊക്കെ നോക്കുന്ന സാധനം. നിങ്ങൾ ഇരുത്തം കണ്ടിട്ട് കണ്ണാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലാന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ദുആ കിട്ടാനിട്ടോ ഒന്ന് പറഞ്ഞോളി. എന്ന് രാവിലെ നോക്കി ഇങ്ങനെ 10 ഒക്കെ ചെലവാക്കലുണ്ട് ചില ആൾക്കാരൊക്കെ. അല്ലാഹുമ്മ അൻത ഹസൻത ഖൽഖി ഫഹസ്സിൻ ഖുലുഖി, പടച്ചവനെ നീ എന്റെ സൃഷ്ടിപ്പിനെ നന്നാക്കി. കണ്ണാടി നോക്കിയിട്ട് പറയാൻ, കണ്ണാടി നോക്കിയിട്ട് പറഞ്ഞത് അല്ലാഹുമ്മ അൻത ഹസൻത ഖൽഖി, പടച്ചവനെ എന്റെ സൃഷ്ടിപ്പ് നീ നന്നാക്കി. ഫഹസ്സിൻ ഖുലുഖി, എന്റെ സ്വഭാവം കൂടി നന്നാക്കണേ. എന്റെ സ്വഭാവം നന്നാക്കി തരണ്ടേ. സൃഷ്ടിപ്പ് നന്നാക്കണേന്നല്ല പറയുന്നത്. പിന്നെന്താണ്? ഞാൻ എന്താക്കാനില്ല. നമ്മൾ വെറുതെ നമ്മളിങ്ങനെ ഓരോ ഇതൊക്കെ കണ്ടിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് തീരെ സൗന്ദര്യമില്ല, എന്റെ മുഖം എന്താ ഇങ്ങനെ, എന്റെ മുഖം ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ ആകൊന്ന് ശരിക്കും പിടിച്ചൊന്ന് തിരുമ്പി കൊടുത്താല് പിന്നെ അവൻ പറയും ആദ്യത്തെ മൈൽ തന്നെ പറയുവായി ആണല്ലേ. ചിലപ്പോ അള്ളാഹ് എന്തെങ്കിലുമൊക്കെ. പിന്നെ ഞാൻ ഇപ്പൊ ഹജ്ജിലൊരാളെ കണ്ടു, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് അറിയും കൊടുക്കട്ടെ. പിന്നെ ഭയങ്കര KV ലൈനിൽ എന്ത് ചെയ്താണ്, തൊട്ടിയില്ലായിരുന്നു, പക്ഷെ അങ്ങനെ ഒരു ദൈത്യ മുഖമൊക്കെ പൊള്ളി, കൈയിന്റെ ഇവിടെയൊക്കെ പൊള്ളി. കുറെ കൊല്ലം മുമ്പുണ്ടായതാണ്. എന്നിട്ട് ഇവിടെയൊക്കെ തോലൊക്കെ എടുത്തിട്ട് ഇതാക്കിയതാണ്. അപ്പോ പഴയതെങ്ങനെ ഉണ്ടായിന്ന് ചോദിച്ചാല് പിന്നെ തോലൊക്കെ എടുത്ത് വെക്കണ എന്തിനാണ്? പഴയതുപോലെ എന്നാലും പറയാം ഇങ്ങനെ ആയി വരുന്നുണ്ട് എന്നൊക്കെ പറയും മനുഷ്യൻ.
ഇപ്പൊ ഇത് കാണുമ്പോൾ മറ്റൊരു ഏതെങ്കിലും കുറച്ച് വെളുപ്പൊക്കെ ഉള്ള ആളെ കണ്ടാൽ നമ്മൾ അറിയാത്ത ഞാൻ അങ്ങനെ ഒരു കറുത്തിട്ട് എന്നൊക്കെ. ഈ കറുപ്പും വെളുപ്പൊന്നും ഒന്നുമില്ല, ഉള്ളിന്റെ വെളുപ്പാണ് എന്ത് യഥാർത്ഥ വെളുപ്പ്. അതാണ് ആവശ്യം. ബിലാൽ റളിയല്ലാഹു അൻഹു അതേ ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ മനുഷ്യരിതൊന്ന് മാറില്ല. വെളുപ്പ് കറുപ്പുകള് മനുഷ്യനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കാൻ ഒന്നുമില്ല. വൈ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് കറുത്തിരുന്നു, പക്ഷെ മനസ്സ് നല്ല തിളക്കുള്ള മനസ്സ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ കറുപ്പിനോട് ഒരു വെറുപ്പില്ലായിരിക്കും, ഒരു വെറുപ്പില്ല. നമ്മളിങ്ങനെ ഓരോ കാലങ്ങൾ, അതാ ഞാൻ പറഞ്ഞത്, ഒന്ന് കുതിപിടിച്ച് തിരുമ്പി മൂത്തൊക്കെ ആടയോട് വരതിയില്ലെങ്കിൽ പിന്നെ പഴയതാവാൻ വേണ്ടി തുടങ്ങുന്നൊക്കെ തോലൊക്കെ എടുത്ത് ഒന്ന് പഴയതായി കിട്ടിയാൽ ഭയങ്കര സന്തോഷിക്കും. മനസ്സിലായി ഞാൻ പറഞ്ഞു. അപ്പൊ ആദ്യം തന്നെ അല്ലാഹുമ്മ അൻത അഹ്സൻത ഖൽഖി, പടച്ചോനെ എന്റെ സൃഷ്ടിപ്പ് എന്താക്കി നന്നാക്കണേന്നല്ല, എന്താക്കി ഇപ്പൊ ഉള്ളത് തന്നെ എന്തിലുള്ളത് ഏറ്റവും നല്ല കോലത്തിലാണുള്ളത്. ഫഹ്സിൻ ഖുൽഖി, ഇനി എന്താ ഉണ്ടാക്കേണ്ടത്? ഖൽഖ് സൃഷ്ടിപ്പാണ്, ഖുൽഖ് എന്ന് പറഞ്ഞാൽ സ്വഭാവം. എന്റെ സ്വഭാവം നന്നാക്കി തന്നെ. അതിപ്പോഴും എന്താണ് അതിൽ നമുക്ക് സങ്കടമില്ല. ഏതില് സ്വഭാവം നമ്മളെ മാനസികാവസ്ഥയിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാരാണ്? ഞാൻ തന്നെയാണ്. കുറച്ച് ഫേസൊക്കെ ഒന്ന് തറയ്ക്കല് പിന്നെ. പക്ഷെ ഇസ്ലാം പറഞ്ഞാല് സൃഷ്ടിപ്പ് വളരെ ഫുൾ കറക്റ്റ് അഹ്സനാണ്, ഏറ്റവും ഉഷാറിലുള്ളത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, കുട്ടിയായിരിക്കുന്ന കാലത്ത്, ആ കാലഘട്ടത്തിൽ ഏതോ ഒരാൾ സംസാരിക്കുന്നതിനിടയിൽ ഭാര്യന്റെ ഗുണവിശേഷണങ്ങൾ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞ് എന്റെ ഭാര്യ വളരെ സൗന്ദര്യമുള്ള ആളാണ്, ചന്ദ്രനേക്കാളും വലിയ സൗന്ദര്യമുള്ള ആളാണ്, ഇല്ലയോള് തലാക്കായി പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം പിന്നെയാണ് അയാൾ ആലോചിച്ച്, ചന്ദ്രനേക്കാൾ എന്തായാലും പോള് സൗന്ദര്യം ഉണ്ടാവില്ലല്ലോ. അവ പിന്നെ അന്വേഷിച്ച് നോക്കുമ്പോൾ എല്ലാവരും പറഞ്ഞ് തലാക്കാവുന്നതാണ്. എല്ലാ പണ്ഡിതന്മാരുടെ അടുക്കൽ ഇയാൾ പോയി നോക്കിയപ്പം എല്ലാവരും പറഞ്ഞത് ചന്ദ്രനേക്കാൾ സൗന്ദര്യം എന്തായാലും ഉണ്ടാവില്ല, അതുകൊണ്ട് തലാക്ക് സംഭവിച്ചു. അങ്ങനെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ഉസ്താദിന്റെ അടുത്തേക്ക് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നപ്പം ഇമാം ഷാഫി വെറുതെ അയാളെ കണ്ടപ്പോൾ എന്താ നിങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ടല്ലോ ഒക്കെ അന്വേഷിച്ച് അവൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ ചെറിയ കുട്ടിനോട് എന്ത് പറയാനാ? വലിയ വലിയ ഉസ്താദുമാർ, വലിയ വലിയ ആൾക്കാർ, വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ സംഭവിക്കാറുണ്ട്, പിന്നെ ഈ കുട്ടിനോട് പറയണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഇമാം ഷാഫിന്റെ പ്രകൃതി അതായിരുന്നു. അദ്ദേഹം ചോദിച്ചു പിന്നാലെ കൂടി. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇമാം ഷാഫി പറഞ്ഞു അത് സംഭവിക്കില്ലോട്ട് പറഞ്ഞു, തലാക്കാവൂല. അപ്പൊ ഇവിടെ ആകെ ഈ ഭൂമിനെ തൊലിപ്പുറത്ത് ഒരാൾ മാത്രമേ ഇപ്പൊ എന്ത് പറയുള്ളൂ. പിന്നെ ഏത് ചെറിയ കുട്ടി പറഞ്ഞാലും അത് മതിയാവും. അങ്ങനെയാണല്ലോ. പലിശ ഹലാലാണെന്ന് ഏത് പൊട്ടം പറഞ്ഞാലും മതി. നമ്മൾക്ക് പറയാം അങ്ങനെ ഒരാൾക്കൊരു അഭിപ്രായം ഉണ്ടല്ലോ എന്നൊക്കെ പറയും. മനസ്സിലായില്ലേ? ഓന് മഹാമോദാന്നൊക്കെ അറിയാം, എന്നാലും നമുക്ക് ആവശ്യമുള്ള ഒരു സാധനത്തിന്റെ ഒരു നല്ല അഭിപ്രായം പറഞ്ഞാൽ ലോൺ എടുത്താൽ കുഴപ്പമില്ലാന്ന് ഏതെങ്കിലും ഒരു കോലുള്ളവൻ പറഞ്ഞാൽ നമ്മൾ മാഷാഅല്ലാഹ് അങ്ങനെയും എന്തുണ്ട്, അങ്ങനെ പറ്റ പാടെ എന്താക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ വീട്ടിലൊക്കെ കൂടും. നമുക്ക് തന്നെ അറിയാം ഓന്റെ കൂടെ കൂടാൻ പറ്റൂല, പക്ഷെ നമുക്ക് അനുകൂലമാണ്. എന്ന പോലെ ഇതൊരു കുട്ടി പറഞ്ഞതാണ്. എന്തായാലും ഒരു കുട്ടിയെങ്കിൽ കുട്ടി പറഞ്ഞല്ലോ. അപ്പൊ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഉസ്താദിന്റെ അടുക്കലെത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് തലാക്കാവും. അപ്പോൾ ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടി പറയുന്നുണ്ട് എന്ത് തലാക്കാവൂല എന്ന് പറഞ്ഞാൽ ഓനാരാന്ന് പറഞ്ഞു. ഓനെ വിളിച്ചോണ്ടാൻ പറഞ്ഞു. അപ്പൊ ഇമാം ഷാഫിനെയാണ് വിളിച്ചോണ്ട്. ഇമാം ഷാഫിനോട് ചോദിച്ചു എന്താണ് അങ്ങനെ തലാക്ക് സംഭവിക്കൂല എന്ന് നീ പറയാൻ കാരണം? പറഞ്ഞു അല്ലാഹു തആല ഖുർആൻ ശരീഫിൽ പറയുന്നുണ്ട് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം വത്തീൻ വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ. 4 കാര്യങ്ങളെ കൊണ്ട് സത്യം ചെയ്തിട്ട് അല്ലാഹു പറയാണ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. തീർച്ചയായിട്ടും മനുഷ്യനെ നാം ഏറ്റവും ചൊവ്വായ ഏറ്റവും നല്ല കോലത്തിലാണ് സൃഷ്ടിച്ചത്. അഹ്സൻ എന്ന വാക്കാണ് ഉപയോഗിച്ചത്, ഏറ്റവും നല്ലത്. പിന്നെ അതിനേക്കാളും വലുത്. അപ്പൊ ചന്ദ്രനേക്കാളും എന്താണ്? അപ്പോഴാണ് പറഞ്ഞത് ഓക്കെ തലാക്ക് എന്തായിട്ടില്ല, സംഭവിച്ചിട്ടില്ല എന്ന്. അപ്പൊ മനുഷ്യൻ ഏറ്റവും ചന്ദ്രനേക്കാളും സൂപ്പറായിട്ടാണ് എന്ത് ചെയ്തത്? അല്ലാഹു തആല സൃഷ്ടിച്ചത്. അതാണ് അല്ലാഹു പറഞ്ഞത് വസവ്വറക്കും ഫഅഹ്സന സുവറക്കും വറസഖക്കും മിനത് തയ്യിബാത്ത്. നിങ്ങൾക്ക് പരിശുദ്ധമായതിൽ നിന്ന് ഭക്ഷിക്കാനും നൽകി. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പരിശുദ്ധമായത് തിന്നാൻ തരാറുന്ന ചെറുതല്ല വൈ. ഓരോ ജീവികൾ എന്തൊക്കെയാണ് തിന്നുന്നത്? ഓരോ ജീവികൾ എന്തൊക്കെയാണ് തിന്നുന്നത്? വൈക്കോല്. നമ്മളെ പശു അതൊക്കെ വൈക്കോല് തിന്നുന്നുണ്ട്. വേറെയുള്ള ജീവികൾ എന്തൊക്കെ
ചില ജീവിന്റെ ഒക്കെ ഭക്ഷണം തന്നെ നികൃഷ്ടമായ വസ്തുക്കളാണ്, പന്നിന്റെ ഒക്കെ. അല്ലാഹു തആല നമ്മൾ അങ്ങനൊന്നും ആക്കിയില്ലല്ലോ. മാത്രല്ല വൈക്കോല് എന്ന് പറഞ്ഞാൽ വൈക്കോൽ തന്നെ തിന്നുള്ളൂ. ആര്? വൈക്കോൽ ഉപ്പും മുളകൊട്ടിട്ടൊന്നും എന്ത് ചെയ്യൂല, അറിവായി അതൊരു വേറെ സൈസാക്കിയിട്ട് പശു തിന്നില്ല. മനുഷ്യന്മാരാണെങ്കിൽ ഏതെല്ലാം ഐറ്റംസ് അറിവായി. ചക്കായിട്ട് മാത്രമൊന്നല്ല തിന്നുക, ചക്കനെ കൂട്ടാനാക്കും, പിന്നെ ചക്കനെ പൊരിച്ചും, ചക്കനെ പല കോലത്തിലാക്കും, വേറെ മാങ്ങനെ വേറെ കോലത്തിലാക്കും, ജ്യൂസാക്കും, മാങ്ങ വേറെ പൾപ്പ് ആക്കിയിട്ട് അങ്ങനെ എന്തൊക്കെ. അപ്പൊ മനുഷ്യനെ എത്ര വൃത്തിയായി, അവന്റെ ഭക്ഷണത്തിന് എത്ര പരിശുദ്ധമാക്കിയിട്ടാണ് അള്ളാഹു തന്നത്. ഇത് അള്ളാഹു തർത്തീവാക്കിയതാണ്. ഇല്ലേ മൃഗങ്ങളെ പോലെ ആക്കിയില്ലെങ്കിൽ ഏതെങ്കിലും പശുപുല്ലൊക്കെ തിന്നിങ്ങനെ. തയ്യിബിനെയാണ് അള്ളാഹു തന്നത്. എന്തിനെ? വറസഖക്കും മിന തയ്യിബാത്ത്, പരിശുദ്ധമായതിൽ നിന്നാണ് നിങ്ങൾക്ക് റിസ്കായിട്ട് തന്നത്. പരിശുദ്ധമല്ലാതെ പന്നി പരിശുദ്ധമല്ലാത്തതുകൊണ്ട് അള്ളാഹു തആല എന്ത് പറഞ്ഞു? അറിവായി അത് വേണ്ടാന്ന് പറഞ്ഞു. ശവങ്ങൾ പറഞ്ഞു അത് പരിശുദ്ധമല്ലായിരുന്നു. ശവത്തിൽ മത്സ്യം പറ്റുന്ന പറഞ്ഞു. എന്തിനെ അറിയാ? ശവത്തിൽ എന്ത് പറ്റും? മത്സ്യം പറ്റും. പക്ഷെ കോഴി ശവായല് പറ്റുമോ? പറ്റില്ല. ശവായല്ല. ഒരർത്ഥത്തിൽ കറക്റ്റാണത്. അതൊരു ശവ പ്ലസ് ആയാണ്. ഒരാൾക്ക് തിന്നുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട സാധനമാണ്. ഈ കോഴിന്റെ പ്രത്യേകത ഇപ്പത്തുണ്ടാക്കണ കോഴിന്റെ പണിയെടുത്തണ ആരുണ്ടതില്? ചിലപ്പോ അവൾക്ക് പണി. ഈ കോഴിക്കുഞ്ഞുങ്ങളെങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ പോറ്റല്ലേ ഈ ഇതിലിട്ടിട്ട്, ഫാമിലിട്ടിട്ട്. ആ ഫാമിന്റെ മോൾക്ക് ഒരു വലിയ മച്ചിങ്ങ അല്ലെങ്കിൽ ഒരു മടലക്കട വീണാല് പെട്ടെന്ന് സൗണ്ട് കേട്ടാല് അപ്പൊ ഒരു 3-4 ചാവും. ഇതിന് മച്ചിന്റെ മോൾക്ക് എന്ത് വീണാല്, ഓല അങ്ങനത്തെ എന്തെങ്കിലും വീണ ആ പെട്ടെന്നുള്ള ആഘാതത്തിൽ എന്ത് ചെയ്യും? കോഴി 2-3-4-5 ചാവും. എന്നുവെച്ചാ അത്ര എന്താണ്. നമ്മളെ കോഴി, നാടൻ കോഴിയൊക്കെ ആണെങ്കിലോ കോഴിക്കൂട്ടുമ്പക്ക് തെങ്ങ് വീണാലും കോഴി പാറിണ്ടാവും. ഇതും അതുമായിട്ടുള്ള വ്യത്യാസമാണത്. അതുകൊണ്ട് തന്നെ വേഗം ചാവും ഈറ്റങ്ങള്. ഇങ്ങനെ ഇതിൽ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടല്ലോ, അതിൽ തിരിച്ചൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അതിൽ 10-15 ചത്തത് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു കമ്പിക്കൂടിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ ചിലപ്പോൾ ഈ കല്യാണത്തിനൊക്കെ പോയി ഇങ്ങനെ അറക്കാൻ വേണ്ടിയിട്ട് ഒന്നായിട്ട് ഇറക്കിയിട്ടുണ്ടാവും. ഇറക്കുമൊക്കെ എന്തുണ്ടാവും? ജീവനുണ്ടാവും. അറക്കണ സമയത്തിന് എന്തായിണ്ടാവും? അപ്പൊ തൂക്കം 2 കിൻഡൽ തന്നെ തൂക്കിയിട്ടുണ്ടെങ്കിൽ ഓന്റെ പണി അത് മുഴുവൻ അറുത്ത് കട്ട് ചെയ്ത് വരലാണ്. അപ്പൊ അവിടെ ഉടമസ്ഥനില്ലെങ്കിൽ മൊത്തം എന്താവും? ശവായാവും. ഇപ്പൊ മനസ്സിലായെങ്കിൽ? മനസ്സിലായില്ല? അപ്പോഴും മനസ്സിലായില്ല. ശവം പ്ലസ് ആയാവും. അതുകൊണ്ട് റസഖക്കും മിന തയ്യിബാത്ത്, നിങ്ങൾക്ക് പരിശുദ്ധമായതിനെ അല്ലാഹു തന്നു. യാ അയ്യുഹർ റസൂൽ കുലൂ മിന തയ്യിബാത്ത് വഅമലു സാലിഹാ, പരിശുദ്ധമായത് തിന്നാലേ സാലിഹായ അമൽ ചെയ്യാൻ കഴിയും. ഭക്ഷണം കറക്റ്റല്ലെങ്കിൽ അമൽ കറക്റ്റാവില്ല. ഒരു യാത്രയിൽ ഒരു മഹാന് ഒരു ആളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. എന്നുവെച്ചാൽ വിളിച്ച് സൽക്കരിച്ച് ഭക്ഷണം കഴിച്ചതാണ്. അദ്ദേഹത്തിന് തഹജ്ജുദ് മുടങ്ങി. അപ്പം തന്നെ അദ്ദേഹം മനസ്സിലാക്കി ആ ആഹാരത്തിൽ എന്തോ ശുബഹത്തോ എന്തോ പ്രശ്നമുണ്ട്. തഹജ്ജുദ് മുടങ്ങി ദിവസങ്ങളോളം ആ ഒറ്റ ആഹാരത്തിന്റെ പേര്. നമുക്ക് ഫർളന്നെ മുടങ്ങുന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞാല് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് പരിശുദ്ധമായത് തിന്നാൻ ശ്രമിക്കാം. പരിശുദ്ധമായത് പറഞ്ഞാൽ അതൊക്കെ വേറെ പരിശുദ്ധമായതാണ്. ഇനി ഇതിന്റെ ഉള്ളിൽ പരിശുദ്ധത വേറെ ഉണ്ട്. എല്ലാ കാര്യത്തിലും ഉണ്ടായത് സ്ഥലം, വസ്ത്രം, ശരീരം. പറയുവേ കേട്ടില്ല നിങ്ങള്? സ്ഥലം, വസ്ത്രം, ശരീരം എന്താകുക? ശുദ്ധിയാവുക. എന്തിന്റെ അതിൽപ്പെട്ടതാണ്? വുളൂവിന്റെ, നിസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ടതാണ്. എന്ത്? ശരീരം, സ്ഥലം, വസ്ത്രം നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കുക. ഇത് നിങ്ങൾ കേട്ടില്ല? കേട്ടിന്? ശരീരം ശുദ്ധിയാവുക, വസ്ത്രം ശുദ്ധിയാവുക പറഞ്ഞാൽ വസ്ത്രത്തിൽ എന്തുണ്ടാൻ പാടില്ല? നജസ്സുകൾ ഉണ്ടാവില്ല. മൂത്രം അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും നജസ് ഉണ്ടാൻ പാടില്ല എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കിയുള്ളൂ. പക്ഷെ ആ ശുദ്ധിനോട് ഉദ്ദേശിക്കുന്നത് എന്താ പറഞ്ഞാൽ ഹറാമായ പൈസനോട് വാങ്ങിയ വസ്ത്രവും എന്താണ്? വൈ
മനിഷ്തറ സൗബൻ ബിഅശ്റതി ദറാഹിം ഫീഹി ദിർഹമുൻ ഹറാമുൻ ലം യഖ്ബലുല്ലാഹു സലാത്തഹു മാദാമ അലൈഹി ഔ കമാ ഖാല അലൈഹി. ഒരാള് 10 ദിർഹമിന് ഒരു വസ്ത്രം വാങ്ങി, അതിലൊരു ദിർഹം ഹറാമായിരുന്നു, ബാക്കി 9 ദിർഹം എന്താണ്? ഹലാലാണ്. ആ വസ്ത്രം അയാൾ ധരിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ആ വസ്ത്രം അവന്റെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. ഇപ്പൊ മനസ്സിലായി നിങ്ങൾക്ക്? വസ്ത്രം ശുദ്ധിയാകുക എന്ന് പറഞ്ഞത് വെറും നജസ്ന്ന് മാത്രമല്ല, പിന്നെ അതിന്റെ ഐൻ ആണ് എന്ത്? അതിന്റെ തുക. അത് ശരീരം ശുദ്ധിയാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? നജസ്ന്ന് ശുദ്ധിയാൽ മാത്രമല്ല, ശരീരം ഹറാമെന്ന് എന്തായിരിക്കണം? ഹറാമായ ഭക്ഷണം കഴിച്ചിട്ടുള്ള കുല്ലമാ നബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഹദീസിന്റെ താല്പര്യമാണ്. ഹറാമ് തിന്നിട്ട് അതുകൊണ്ട് വളർന്നുണ്ടാകുന്ന ശരീരം അത് നരകത്തിന് ഏറ്റവും ബന്ധപ്പെട്ടതാണ്. സ്ഥലം ശുദ്ധിയായിരിക്കണം എന്ന് പറഞ്ഞതോ വെറും നെൽസിന്റെ നായി വാഞ്ഞ സ്ഥലമാവരുത്, അല്ലെങ്കിൽ വേറെ കാണകം തളിച്ച സ്ഥലമാവരുത്, അങ്ങനൊന്നുമല്ല. അത് മാത്രമല്ല, നമ്മളതാണ് മനസ്സിലാക്കി വെച്ചത്. പക്ഷെ അതിന്റെ വലിയൊരു ഭാഗം പറഞ്ഞാൽ അഞ്ചന്റെ സ്വത്ത് പിടിച്ചടക്കിയതാവരുത്, ജ്യേഷ്ഠന്റെ സ്വത്ത് അനന്തരാവകാശ സ്വത്ത് പിടിച്ചടക്കിയതാവരുത്, പെങ്ങളുടേതാവരുത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂല ഇതൊന്നും. അന്ന് മുതലെങ്കിൽ മനസ്സിലാക്കി. തറവാട് എല്ലാവർക്കും ഓരി കൊടുക്കാതെ കൈയടക്കി വെച്ചിരുന്നെങ്കിൽ അവിടെ നിസ്കരിച്ചിട്ട് ചുങ്കം വിരിക്കുന്ന സ്ഥലം, കവർന്നെടുത്ത സ്ഥലം, അൽ അർളുൽ ഗസ്ബ്, പിടിച്ചെടുക്കപ്പെട്ട സ്ഥലം, അവിടെ ഒന്നും നിസ്കരിച്ചാൽ എന്താവൂല? പിടിച്ചെടുക്കപ്പെട്ടത് പറഞ്ഞാൽ നമ്മളേക്ക് ആരാന്റെ പിടിച്ചാൽ ഏട്ടന്റെവും പെങ്ങളുടെവും അഞ്ചന്മാരുടെവും ആരുടേതാണെങ്കിലും അതുകൊണ്ട് പോയി അനന്തരത്തൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ആഹൃതത്തിലെത്തുമ്പം ശരീരം, വസ്ത്രം, സ്ഥലം ശുദ്ധിയാകാരണം ഇതൊക്കെ ഈ ശുദ്ധിങ്ങൾ കേട്ടിയില്ലല്ലോ. എന്തെങ്കിലൊന്നും പറയാത്ത ശരീരം, വസ്ത്രം, സ്ഥലം നജസിൽ ശുദ്ധിയാകുക എന്ന് പറയുമ്പോൾ ഇതൊന്നും നിങ്ങൾ ആലോചിച്ചില്ലല്ലോ. ഇതിന്റെ വലിയ സാധനമാണിത്. എന്ത് പറഞ്ഞാൽ അനർഹമായത് നമ്മളതിൽ ഉണ്ടായത്. അതുകൊണ്ട് കാക്കാരതോ താത്താരതോ അല്ലെങ്കിൽ ഉമ്മന്റെതോ വല്യാപ്പന്റെതോ ഇനി വല്യാപ്പ സ്വത്തോ ഒരു രക്ഷയില്ല. വല്യാപ്പന്റെ സ്വത്തിൽ തന്നെ ക്രമക്കേട് കാണിച്ചിട്ടാ വന്നെങ്കിലും ഒക്കെ അന്വേഷിച്ച് കണ്ടെത്തി. ഇല്ലെങ്കിൽ ഏറ്റവും എളുപ്പമായ വൈക്കൊന്നും മാണ്ടാറില്ല, വേറെ പോയി 5 സെന്റ് സ്ഥലമാണെങ്കിലും ഹലാലോട് വാങ്ങി അവിടെ അങ്ങനെ കൂടുക. ആ ഉള്ളത് മതി. ബാക്കിയുള്ളവർക്ക് ഏക്കറുകളിൽ സൂയിക്കട്ടെ. നമ്മൾ 5 സെന്റിൽ സൂയിച്ചിറാത്തായിട്ട് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏക്കറുകളിൽ എന്താക്കാം. നിങ്ങൾക്ക് ഇതൊക്കെ പറയുമ്പോ ഒരു മുഖം ഒരു സുഖമില്ലല്ലോ. ഞാൻ നിങ്ങളെ പറ്റിയല്ല ഈ പറയുന്നത്, നമ്മളല്ലാത്ത കുറെ ആൾക്കാരുണ്ട് അപ്പുറത്ത്. നിങ്ങൾ പറ്റ സൈലന്റ് ആകാണ്, പിന്നേക്ക് മൂടന്നെ പോവാണ്. ഇത് പറയാൻ തോന്നില്ല. അപ്പൊ നിങ്ങൾ പഴയ ആധാരത്തിലേക്ക് പോവായിരിക്കും, എനിക്കറിയാം. അങ്ങനെ പോയിക്കോട്ടെ വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് പറഞ്ഞത്. ആരെങ്കിലും പഴയ ആധാരം ഉണ്ടെങ്കിൽ നോക്കിക്കോളി വായി. സംഭവിച്ചൊക്കെ സംഭവിച്ചു, അതൊക്കെ മനുഷ്യകാര്യമായി സംഭവിക്കാം. അള്ളാഹു പുറത്തും തരും. എപ്പം കാര്യം ബോധ്യപ്പെട്ടാൽ വേഗം തിരിച്ചേക്കാം. അതിന് മടി വിചാരിക്കരുത്. ഒരു 4-5 കൊല്ലം മുമ്പ് മഞ്ചേരി സെൻട്രൽ പള്ളിന്റെ കമ്മിറ്റി എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തെന്ന് ചോദിച്ചാൽ വാർത്തയുടെ പരിപാടി ഇങ്ങനെ വിളിക്കലുണ്ട് തന്നെ. അപ്പൊ എന്താന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഇതിനെന്തായാലും നിങ്ങൾ വരണം, നിങ്ങൾ വരാൻ പറ്റൂല എന്നാ പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ആധാരം തിരിച്ചു കൊടുക്കണ ഒരു സംഘമുണ്ട്, ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്ത് കൊടുക്കണേ? ആധാരം തിരിച്ചു. ആധാരം ഏതാ? പള്ളിന്റെ മഞ്ചേരി സെൻട്രൽ പള്ളിക്ക് വഖഫ് ചെയ്ത സ്വത്തുക്കൾ അന്യാധീനപ്പെട്ട് തലമുറകൾ കഴിഞ്ഞത് ഓരോ കുടുംബക്കാരെന്ത് ചെയ്യാണ്? പള്ളിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കുറെ ആധാരങ്ങളിലെ കുറെ ആള് പങ്കെടുത്തൊരു പരിപാടി. അതിൽ ഞാൻ പോയി അവർക്കൊരു ആ കാര്യം ഒന്നും കൂടി ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ചർച്ചകളൊക്കെ കഴിഞ്ഞു. അത് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലെത്താനുള്ള ഒരു കാര്യത്തിന് സംസാരിക്കാൻ വേണ്ടി പോയത്. അപ്പം ഒരു തലമുറക്ക് എന്ത് ചെയ്തന്? മറിഞ്ഞു പോയിന്. വല്യാപ്പ കൈവശപ്പെടുത്തിയത്, വല്യാപ്പ മരിച്ചു, വാപ്പി മരിച്ചു, ഇപ്പൊ പേരക്കുട്ടിന്റെ അല്ലേ ഓൻ തിരിച്ചു കൊടുക്കണം. നമ്മൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ പള്ളികളുടെ മദ്രസകളുടെ ഒക്കെ പല ആധാരങ്ങളും പലതും. അതുകൊണ്ട് നല്ല പോലെ ആലോചിക്കാതൊക്കെ നാളെ ആഖിറത്തിലെത്തുമ്പോ എന്തായാലും ആ റഡാറിൽ പെടാതെ പോയില്ല. അങ്ങനത്തെ സസൂക്ഷ്മമായ സ്ക്രീൻ ആണെന്ത്
അതങ്ങനെ നമ്മള് ബാഗൊക്കെ ഇടുമ്പോൾ അങ്ങനെ പോണ മൈലല്ല അതടങ്ങനെ അങ്ങനെ വരച്ചിട്ട് അടങ്ങനെ ഉണ്ടാവുക. ഇതവിടെ ക്ലിയർ ഇല്ലാന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് വാപ്പന്മാരൊക്കെ അത്യാവശ്യം ഭൂമിയൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ പെങ്ങന്മാരതോ ആരതൊക്കെ ആണെങ്കിൽ അന്വേഷിക്കണമൊക്കെ നല്ലതാണ്. ഇനിയിപ്പോൾ അവിടെ കൊടുത്തി വെച്ചിട്ടൊന്നുമില്ല, ഒരു നഷ്ടം നമുക്ക് വരില്ല, നമുക്ക് ലാഭം നേടാം. നമ്മളെ വാപ്പന്റെ കബറും സ്വർഗാവും. വാപ്പ കബറിന്ന് ആലോചിക്കണ്ടാവും, അത് കൊടുത്താൽ മതി. അതിനെ പക്ഷെ ഈ അപ്പോൾ എന്ത് ചെയ്യൂല, ഇവിടെ ജീവിച്ചിരിക്കുന്ന മക്കൾ കൊടുക്കണ്ടേ. അതുകൊണ്ട് സ്വന്തം സ്ഥലം ശരീരം വസ്ത്രമൊക്കെ ശുദ്ധിയാകുക എന്ന് പറഞ്ഞത് ഇതും കൂടിയാണ്. ഇതേപോലെ തന്നെയാണ് വറസഖകുമിന ത്വയ്യിബാത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായത് എന്ത് ചെയ്യാ. വേറെ സ്ഥലത്ത് പറയണ്ടേ ഹലാലൻ ത്വയ്യിബ, ഹലാലാണ് പിന്നെന്തുവാണോ ത്വയ്യിബ. ദാലികുമുല്ലാഹു റബ്ബുക്കും, ഇതാണ് നിങ്ങളെ റബ്ബ്. ഏത് നിങ്ങളെ നല്ല രൂപമൊക്കെ ഉണ്ടാക്കി നിങ്ങളെ പാകത്തിന് ഉണ്ടാക്കി തന്ന നിങ്ങളെ റബ്ബാണത്. ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. ഫതബാറകല്ലാഹ്, അല്ലാഹു നന്മയേറിയവനാണ്. റബ്ബുൽ ആലമീൻ, അവൻ സർവ്വലോകങ്ങളെയും സംരക്ഷിക്കുന്നവനാണ്. ഹുവൽ ഹയ്യു, അവൻ ജീവിച്ചിരിക്കുന്നവനാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ വേറെ ഇലാഹില്ല. ഫദ്ഉഹു, അതുകൊണ്ട് നിങ്ങൾ അവനെ വിളിക്കും. അല്ലാഹു ഹയ്യാണ്, അവൻ എന്തല്ല, അവൻ മരിക്കുന്നവനല്ല, അവൻ ഹയ്യാൻ, എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഹുവൽ ഹയ്യ്, അവൻ ജീവിച്ചിരിക്കുന്നവനാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ വേറെ ഇലാഹില്ല. ഫദ്ഉഹു, അതുകൊണ്ട് നിങ്ങൾ അവനെ വിളിക്കും, അവനെ പ്രാർത്ഥിക്കും. എങ്ങനെ? മുഖ്ലിസീന ലഹുദ്ദീൻ, ദീനിൽ നല്ല ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനാണ് സർവസ്തുതി. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ്.